മോളെ, ഇത്രയും നേരമായിട്ടും സാന്ദ്രക്കൊച്ചി എണീറ്റിട്ടില്ലല്ലോ. ഇനി ദോശ ഇട്ട് വെച്ച് എണീക്കുമ്പോൾ കഴിക്കുമോ? സിങ്കിലെ പാത്രങ്ങൾ കഴുകുന്നതിനിടയിൽ വേലക്കാരി ജാനകി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സിന്ധുവിനോട് ചോദിച്ചു. നേരം വെളുക്കോളം ഫോൺ നോക്കി ഇരുന്നിട്ടുണ്ടാകും, അല്ലാതെ എന്താ പണി? അല്ലെങ്കിൽ കോളേജ് ഇല്ലെങ്കിൽ പിന്നെ നേരം വെളുക്കുന്നത് അവൾ അറിയില്ലല്ലോ. ചേച്ചി 2 ദോശ ഇട്ട് വെച്ചേക്ക്, എണീക്കുമ്പോൾ കഴിച്ചോളും. ശരി മോളെ എന്ന് പറഞ്ഞ് ജാനകി പാത്രം കഴുകി കഴിഞ്ഞതും ദോശ ചുടാൻ ഒരുങ്ങി. സിന്ധു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രം സിങ്കിൽ വെച്ച് കൈ കഴുകി. ഇന്നുണ്ടാക്കിയ ചമ്മന്തി കൊള്ളാട്ടോ ചേച്ചി, എന്നും ഇനി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, ജാനകിയോട് സിന്ധു പറഞ്ഞു. ഇന്നലെ പണിയെല്ലാം കഴിഞ്ഞ് TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു കുക്കിംഗ് പരിപാടി കണ്ടതാ. അതിൽ എൻ്റെ വക ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കിയതാ, ജാനകി ഒരൽപ്പം ഗമയോടെ പറഞ്ഞു. എന്തായാലും കൊള്ളാം. ഉച്ചയ്ക്ക് എന്തായാലും സ്പെഷ്യൽ? സാന്ദ്രക്കൊച്ചി ഇന്ന് കോളേജില്ലാത്തതല്ലേ, ഇന്ന് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളായിട്ട് വരും, ജാനകി പറഞ്ഞു. അത് വല്ല ഫ്രൈഡ് റൈസും നൂഡിൽസും ആയിരിക്കും ചേച്ചി. എന്തായാലും കുറച്ച് ചോറ് വെച്ചോളൂ, ഇന്നലത്തെ മീൻകറി ഫ്രിഡ്ജിലില്ലേ, എനിക്കത് മതി. ശരി മോളെ, ഇനി ഞാൻ പോയി കൊച്ചിനെ വിളിക്കട്ടെ, നേരെ എത്രയായി? പെൺകുട്ടികൾ ഇങ്ങനെ കിടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ജാനകി ദോശ ചുട്ടു വെച്ചതിന് ശേഷം സാന്ദ്രയെ വിളിക്കാൻ മുറിയിലേക്ക് പോയി. സിന്ധു ചെടി നനയ്ക്കാനായി പുറത്തേക്കും ഇറങ്ങി. മുകളിലെ നിലയിൽ സാന്ദ്രയുടെ മുറിയുടെ മുന്നിൽ എത്തിയ ജാനകി അടഞ്ഞു കിടക്കുന്ന വാതിലിൽ മുട്ടിക്കൊണ്ട്, മോളെ, സാന്ദ്ര മോളെ, എനിക്ക് സമയം എത്രയായെന്നാ? നമുക്കിന്ന് മരുതമലയിൽ പോകണ്ടേ, എനിക്ക്, ജാനകി ഉറക്കെ പറഞ്ഞു. 3-4 തവണ വാതിലിൽ കൊട്ടി വിളിച്ചിട്ടും സാന്ദ്ര എണീക്കാതെ ആയപ്പോൾ, ചേച്ചി ഇപ്പോൾ വരാം, വരുമ്പോഴേക്ക് എണീറ്റില്ലെങ്കിൽ ഞാൻ തനിച്ച് മരുതമലയിൽ പോകും ട്ടോ എന്ന് പറഞ്ഞ് തലേ ദിവസം ടെറസിൽ വിരിച്ചിട്ട തുണികൾ എടുക്കാനായി ജാനകി ടെറസിലേക്ക് നടന്നു. ടെറസിലേക്കുള്ള വാതിൽ കൊളുത്തിടാതെ കിടക്കുന്നത് കണ്ട് ജാനകിയിൽ ചെറിയൊരു ഭയമുണ്ടായി. നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, ഈശ്വര, ഈ കൊച്ച് എന്ത് പണിയാ കാണിച്ചത്? വാതിൽ അടയ്ക്കാതെയാണോ കിടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ടെറസിലേക്ക് പോയി. ടെറസിലെത്തിയപ്പോൾ അയലിലെ തുണികൾ പലതും താഴെ വീണ് അലസമായി കിടക്കുന്നു. അടുക്കി വെച്ച പെയിന്റ് ഡപ്പകളെല്ലാം താഴെ ചിതറിക്കിടക്കുന്നു. ടെറസിൽ അവിടെ വെള്ളം കെട്ടി കിടക്കുന്നു. ജാനകി പരിഭ്രാന്തിയായി. മഴയൊന്നും പെയ്തിട്ടില്ലല്ലോ, എന്നിട്ടെന്താ ഇവിടെ ആകെ വെള്ളം എന്ന് ജാനകി സ്വയം പറഞ്ഞുകൊണ്ട് താഴെ വീണ് കിടക്കുന്ന തുണികളെല്ലാം ജാനകി പെറുക്കിയെടുത്തു. മോളെ, രാത്രി മഴ എങ്ങാനും പെയ്തോ? താഴെ ചെടികൾ നനച്ചുകൊണ്ടിരിക്കുന്ന സിന്ധുവിനോടായി ടെറസിൽ നിന്നുകൊണ്ട് ജാനകി ചോദിച്ചു. ഇല്ലല്ലോ ചേച്ചി, എന്തേ ഇപ്പൊ മഴ പെയ്തെന്ന് ചോദിക്കാൻ? സിന്ധു ചോദിച്ചു. ടെറസിൽ ആകെ വെള്ളം, തുണികളെല്ലാം വീണ് കിടക്കുന്നു, കാറ്റും മഴയുണ്ടായതുപോലെയുണ്ട്. അത് സാന്ദ്രയുടെ പണിയായിരിക്കും, ഇന്നലെ കോളേജിൽ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് കുറച്ച് ചെടികൾ കൊണ്ടുവന്നിരുന്നു, അതെല്ലാം ടെറസിൽ കൊണ്ടുപോയി വെക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനത് മറന്നു. എന്നാൽ രാത്രി വന്ന ചെടികൾ നനച്ചിട്ടുണ്ടാകും. എന്നിട്ട് ടെറസിലേക്കുള്ള വാതിലും കുറ്റിയിടാതെയാണ് കൊച്ചി കിടന്നിരിക്കുന്നത്. ഈശ്വര, വാതിൽ കുറ്റിയിടാതെയാണോ അവൾ പോയി കിടന്നത്? എണീറ്റ് വരട്ടെ, ആ ഫോണാണ് ആദ്യം വാങ്ങി വെക്കേണ്ടത്. ഏതു നേരവും സ്ഥലകാല ബോധം എന്ന് പറയുന്നില്ല, സിന്ധു ദേഷ്യത്തോടെ പറഞ്ഞു. ഇനി എണീറ്റ് വരുമ്പോൾ തന്നെ കൊച്ചിന് നേർക്ക് ചാടിക്കടിക്കാൻ പോകണ്ട. ചെടികളൊക്കെ എവിടെയാണാവോ വെച്ചിരിക്കുന്നത്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ടെറസിലൂടെ നടന്നു. ടെറസിലെ തെക്ക് വശത്തെത്തിയപ്പോൾ ചെടിച്ചട്ടികൾ പലതും താഴെ വീണ് ഉടഞ്ഞിരിക്കുന്നത് കണ്ട് ജാനകിക്ക് ഭയം തോന്നി. കോർണറിലെ പാതിചാരിയ സ്റ്റോർ റൂമിന്റെ വാതിലിലേക്ക് ജാനകി ശ്രദ്ധിച്ചു. ഭീതിയോടെയും സംശയത്തോടെയും ജാനകി അവിടേക്ക് നടന്നു. പതിയെ ജാനകി ആ മുറിയുടെ വാതിൽ തുറന്നതും കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. മോളെ, സിന്ധു മോളെ, ഓടിവായോ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണുകൾ കൈകൊണ്ട് പൊത്തി ജാനകി അലമുറയിട്ട് കരഞ്ഞു. ജാനകിയുടെ നിലവിളി കേട്ട് സിന്ധു ഭയത്തോടെ ടെറസിലേക്ക് ഓടി. ജാനകിയുടെ കരച്ചിൽ അയൽവാസികളും കേട്ടു. സിന്ധു അവിടെ എത്തിയതും, മോളെ, നമ്മുടെ കൊച്ച്, ബാക്കി മുഴുവിപ്പിക്കാതെ നിലവിളിച്ചുകൊണ്ട് ജാനകി സിന്ധുവിനെ കെട്ടിപ്പിടിച്ചു. ഭയവും വേദനയും സിന്ധുവിന്റെ മനസ്സിൽ ഇരച്ചു കയറി. കരഞ്ഞുകൊണ്ട് ജാനകിയെ തട്ടി മാറ്റിക്കൊണ്ട് സിന്ധു ആ സ്റ്റോർ റൂമിലേക്ക് പോയി. സിന്ധു ആ മുറിയിലെത്തിയതും, മോളെ, എൻ്റെ പൊന്നു മോളെ എന്ന നിലവിളി ആ സ്റ്റോർ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ജാനകിയുടെയും സിന്ധുവിൻ്റെയും നിലവിളി കേട്ട് ആളുകൾ അവിടേക്ക് ഓടിക്കൂടി. അവിടെ കണ്ട കാഴ്ച ആ നാടിനെ മൊത്തം ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരു ഞെട്ടലോടെ ആ വാർത്ത ആ നാട് മൊത്തം തീ പോലെ പടർന്നു. ഹൃദയം തകർന്നുള്ള
സിന്ധുവിന്റെ നിലവിളികൾ അവിടെ കൂടിയവരുടെയെല്ലാം കണ്ണു നിറച്ചു. സ്വന്തം മോളെ ഇത്രയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന ഒരമ്മ. ആ കാഴ്ച വളരെയേറെ ഭീകരത നിറഞ്ഞതായിരുന്നു. ആ മുറിയിലേക്കെത്തി നോക്കിയവരെല്ലാം കണ്ണുപൊത്തിക്കൊണ്ട് തിരിച്ചിറങ്ങി. അത്രയും ഭയാനകമായിരുന്നു ആ കാഴ്ച. കൂടി നിന്നവരിൽ ഒരാൾ വേഗം ടെറസിലെ അയലിൽ വിരിച്ചിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് കൊണ്ടുവന്ന് ബോഡിയുടെ മുകളിൽ വിരിച്ചിട്ടു. കുറച്ചു പേർ ചേർന്ന് സിന്ധുവിനെയും ജാനകിയും അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി. നിമിഷ നേരം കൊണ്ട് തന്നെ പോലീസുകാർ ആ വീടിന്റെ മുറ്റം നിറഞ്ഞു. ടെറസിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ബോഡി നന്നായി പരിശോധിച്ചു. ടെറസ് മുഴുവൻ പരിശോധിച്ചതിനു ശേഷം ഫോറൻസിക് വരാൻ കാത്തിരുന്നു. ബോഡി ആദ്യം കണ്ടത് ആരാണ്? പോലീസുകാർ ചോദിച്ചറിഞ്ഞു. അവർ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ ഇവിടുത്തെ വേലക്കാരിയാണല്ലേ? SI ചോദിച്ചു. അതെ, ജാനകി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എത്ര വർഷമായി ഇവിടെ പണിക്ക് നിൽക്കുന്നു? 15 വർഷത്തോളമായി. അപ്പൊ ഈ വീട്ടുകാർ നിങ്ങളും തമ്മിൽ നല്ല അടുപ്പമാണല്ലേ? വേലക്കാരി ആയിട്ടല്ല, കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെയാണ് ഇവരെന്നെ കാണുന്നത്. എൻ്റെ കൊച്ചിനെ എനിക്കിങ്ങനെ കാണേണ്ടി വന്നല്ലോ. ജാനകിക്ക് വേദന നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ ജോലിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കാണുന്നതാണ്. നിങ്ങളുടെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകും. ഈ ക്രൂരത കാണിച്ചവരെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾ എപ്പോഴാണ് ഈ സംഭവം കാണുന്നത്? രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും, ജാനകി പറഞ്ഞു. അതുവരെ സാന്ദ്ര എവിടെയാണെന്ന് നിങ്ങൾ ആരും നോക്കിയില്ലേ? കോളേജ് ഇല്ലാതെ ദിവസം വൈകി എണീക്കൂ. പക്ഷേ എത്ര വൈകിയാലും 8:30-9 മണിയുടെ ഉള്ളിൽ എഴുന്നേൽക്കും. ഇന്ന് രാവിലെ 10 മണിയായിട്ട് സാന്ദ്രക്കൊച്ച് എണീക്കാതെ ആയപ്പോൾ ഞാൻ വിളിക്കാൻ ചെന്നപ്പോഴാ. സാന്ദ്ര മുകളിലെ മുറിയിലാണ് എപ്പോൾ കിടക്കാറുള്ളത്? അതെ, മോളുടെ മുറി അവിടെയാണ്. നിങ്ങൾ ടെറസിൽ പോയി നോക്കാൻ കാരണം മുറി തുറന്നപ്പോൾ സാന്ദ്രയെ കാണാത്തതുകൊണ്ടായിരുന്നോ? അല്ല, ഞാൻ മുറി തുറന്നിരുന്നില്ല. മോളുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായതുകൊണ്ട് ഞാൻ കുറേ വാതിൽ തട്ടി വിളിച്ചു. എണീക്കാതെ ആയപ്പോൾ ടെറസിൽ അയലിൽ വിരിച്ചിട്ട തുണികൾ എടുക്കാനായി പോകുമ്പോഴാണ് പുറത്തേക്കുള്ള വാതിൽ കുറ്റിയിട്ടിട്ടില്ലെന്നും കാണുന്നത്. സാന്ദ്രക്കൊച്ച് വാതിലടയ്ക്കാതെയാണ് കിടന്നതെന്നാണ് ഞാൻ കരുതിയത്. ടെറസിലെത്തിയപ്പോൾ തുണികളെല്ലാം താഴെ വീണ് കിടക്കുന്നു. ടെറസ് നിറയെ വെള്ളവും. മഴ പെയ്തിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചു. സിന്ധുമോളോട് ചോദിച്ചപ്പോൾ രാത്രി മഴയൊന്നും പെയ്തിട്ടില്ല. സാന്ദ്രക്കൊച്ചിന് കോളേജിൽ നിന്ന് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്, അത് ടെറസിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നും സിന്ധുമോള് പറയുന്നത്. സിന്ധു എന്ന് പറയുന്നത് സാന്ദ്രയുടെ അമ്മയല്ലേ? അതെ സാറേ. ചെടികൾ എവിടെ വെച്ചതെന്ന് നോക്കാനായി ഞാൻ പോയപ്പോൾ ആ സ്റ്റോർ റൂമിൻ്റെ വാതിൽ പാതി അടഞ്ഞു കിടക്കുന്നതും മോള് വെച്ച ചെടിച്ചട്ടികളെല്ലാം താഴെ വീണ് കിടക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചത്. എന്തോ ഒരു പന്തികേട് തോന്നിയപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോഴാണ്. പറഞ്ഞു മുഴുവിപ്പിക്കാൻ കഴിയാതെ ജാനകി തേങ്ങി. ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്? സിന്ധുമോള്, സാന്ദ്രക്കൊച്ചും ഞാനും മാത്രമേ ഉള്ളൂ. സാന്ദ്രക്കൊച്ചിൻ്റെ അച്ഛൻ ഗൾഫിലാണ്. ടെറസിലേക്കുള്ള വാതിൽ എപ്പോഴും സാന്ദ്രയാണ് കുറ്റിയിടാറുള്ളത്? അല്ല, കിടക്കാൻ പോകുമ്പോൾ എപ്പോഴും ഞാൻ തന്നെയാണ് ഇടാറുള്ളത്. ഇന്നലെയും ഞാൻ കുറ്റിയിട്ടതാ. പക്ഷേ ഇടയ്ക്കൊക്കെ ഫോണിൽ റേഞ്ച് ഇല്ലെന്ന് പറഞ്ഞ് കൊച്ചു ടെറസിൽ പോയി ഇരിക്കാറുണ്ട്. പിന്നെ സാന്ദ്രമോള് തന്നെ കുറ്റിയിട്ട് പോയി കിടക്കും. മുകളിൽ നിന്ന് യാതൊരു ശബ്ദവും നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ഗുളികകളെല്ലാം കഴിക്കുന്നത് കാരണം നല്ല ഉറക്കമായിരിക്കും. പുറത്തെ ശബ്ദങ്ങളൊന്നും അറിയാറില്ല. എന്തെങ്കിലും അങ്ങനെ ശബ്ദം കേട്ടാൽ സിന്ധുമോള് വന്ന് വിളിക്കും. നിങ്ങളെപ്പോഴും എവിടെയാണോ കിടക്കാറുള്ളത്? അതെ, എൻ്റെ വീട് കുറച്ചപ്പുറത്താ. ഒരു മകനുണ്ട്. പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒരു ശല്യമായി. മകൻ എന്നെ തല്ലാനും തുടങ്ങിയപ്പോൾ സിന്ധുമോൾ ഇവിടെ തന്നെ കൂടിക്കോളാൻ പറഞ്ഞു. ഇടയ്ക്ക് വല്ലപ്പോഴും വീട്ടിലൊന്ന് പോയിട്ട് വരും. കുടുംബത്തിലോ അല്ലാതെ ഇവർക്ക് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇതിന് പിന്നിൽ ആരാണെന്ന് വല്ല സംശയം നിങ്ങൾക്കുണ്ടോ? ഇല്ല സാറേ, അങ്ങനെ ഇവർക്കാരും ശത്രുക്കളില്ല. സിന്ധുമോള്, സാന്ദ്രക്കൊച്ചൊക്കെ ഒത്തിരി പാവങ്ങളാ. ആരോടും അങ്ങനെ ഒന്നിനും നിൽക്കില്ല. പിന്നെ സാന്ദ്രക്കൊച്ചിൻ്റെ അച്ഛൻ ചന്ദ്രൻ കുഞ്ഞു അങ്ങനെ ആരോടും വഴക്കിടുന്ന പ്രകൃതമൊന്നുമല്ല. എല്ലാവരോടും സ്നേഹത്തോടെ തന്നെയാണ്. പിന്നെ കുടുംബക്കാരായിട്ടും നല്ല സ്നേഹത്തിൽ തന്നെയാണ്. എന്തെങ്കിലും ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വിവരം അറിയിക്കണം, SI പറഞ്ഞു. ജാനകി തലയാട്ടി. വീണ്ടും പോലീസുകാർ ടെറസിലേക്ക് പോയി. സാന്ദ്രയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരും വിവരം അറിഞ്ഞ് നെഞ്ചു തകർന്നുകൊണ്ട് അവിടേക്കെത്തി. സർ, കണ്ടിട്ട് വളരെ ക്രൂരമായൊരു റേപ്പ് അറ്റംപ്റ്റ് ആണ് നടന്നതെന്ന് തോന്നുന്നു, പോലീസിൽ ഒരാൾ SIനോട് പറഞ്ഞു. ഇത്രയും ക്രൂരമായ ആ കുട്ടിയെ കൊല ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇവരോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കണം. പിന്നെ മോഷണശ്രമം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം.
എസ് ഐ പറഞ്ഞു. അല്പസമയം കൊണ്ട് തന്നെ ഫോറൻസിക്കും മീഡിയക്കാരും അവിടെ നിറഞ്ഞു. വാർത്താ ചാനലുകളിലെല്ലാം സാന്ദ്രയുടെ കൊലപാതകം ബ്രേക്കിംഗ് ന്യൂസായി മാറി. ബോഡിയും പരിസരവും പരിശോധിച്ചതിനു ശേഷം കൊല ചെയ്തതിനു ശേഷം കൊലയാളി ബോഡിയും പരിസരവും നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകൾ കുറെ നഷ്ടപ്പെട്ടു. ഇവർ ടെറസിൽ ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഓസിൽ നിന്നായിരിക്കും വെള്ളം എടുത്തിട്ടുണ്ടാവുക. ഫോറൻസിക്കുകാർ പോലീസിനോട് പറഞ്ഞു. മതിയായ തെളിവുകളെല്ലാം ശേഖരിച്ചതിനു ശേഷം പോലീസുകാർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബോഡി വിട്ടയച്ചു. സാന്ദ്രയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിനകത്ത് നിന്നും പലരുടെയും നിലവിളികൾ ഉയർന്നു. അവിടെ കൂടിയവരിൽ നിന്നെല്ലാം പോലീസുകാർ വിവരങ്ങൾ ശേഖരിച്ചു. സാന്ദ്രയുടെ മുറിയും വീടും പരിശോധിച്ചതിനു ശേഷം ബന്ധുക്കളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. ടെറസ് മുഴുവൻ സീൽ വെച്ചതിനു ശേഷം പോലീസുകാരും ഫോറൻസിക്കും തിരിച്ചുപോയി. സാന്ദ്രയുടെ കൊലപാതകം കേരളം ഒന്നാകെ ചർച്ചാ വിഷയമായി. ഇത്രയും പൈശാചികമായ ഒരു കൊലപാതകത്തിന് ഞെട്ടലിലായിരുന്നു ആ നാട് മുഴുവൻ. വെറി പിടിച്ച ആ മൃഗം ആരായിരുന്നു എന്നറിയാൻ ഓരോ ജനതയും അക്ഷമരായി കാത്തിരുന്നു. മകളുടെ മരണവാർത്ത അറിഞ്ഞ് ചന്ദ്രൻ നാട്ടിലെത്തി. ചന്ദ്രനെ കണ്ടതും സിന്ധു അയാളുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. പ്രതിയെ പിടിക്കുന്ന നാളും കാത്ത് അവർ വേദനയോടെയിരുന്നു. പോസ്റ്റ്മോർട്ടവും എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് സാന്ദ്രയെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സാന്ദ്രയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ പലരും അവൾക്ക് മുന്നിൽ വിതുമ്പി കരഞ്ഞു. ആ നാട് മുഴുവൻ കൊലയാളിയെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചു. സാന്ദ്രയുടെ കൂട്ടുകാരികളും ടീച്ചേഴ്സും സാന്ദ്രയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. മനോനില തെറ്റിയ ആളെ പോലെ ചന്ദ്രൻ സാന്ദ്രയുടെ തലക്കാൻ ഭാഗത്ത് തല താഴ്ത്തിയിരുന്നു. സിന്ധുവും കുടുംബവും ജാനകിയും അലമുറയിട്ട് കരഞ്ഞു. അവരുടെ കണ്ണുനീർ അനിയന്ത്രിതമായി ഒഴുകി. സംസ്കാര ചടങ്ങുകൾക്കായി സാന്ദ്രയെ കൊണ്ടുപോകാൻ ഒരുങ്ങിയതും അത്രയും നേരം വികാരങ്ങൾ കടിച്ചമർത്തിയിരുന്ന ചന്ദ്രൻ എന്റെ പൊന്നു മോളെ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞു. അയാളുടെ കണ്ണുനീർ അണപൊട്ടി ഒഴുകി. മോളെ, എന്റെ പൊന്നു മോളെ, ചന്ദ്രൻ തേങ്ങി വിളിച്ചുകൊണ്ടിരുന്നു. ചന്ദ്രൻ ദയനീയമായി സിന്ധുവിനെ നോക്കി. സിന്ധു, നമ്മുടെ മോള്, അയാൾ വേദനയോടെ പറഞ്ഞു. ഹൃദയം തകർന്ന രണ്ടുപേരുടെ നിലവിളികൾ കേട്ട് അവിടെ കൂടിയവരുടെ എല്ലാം മനസ്സ് പിടഞ്ഞു. ഹൃദയഭേദകമായ ആ കാഴ്ച കാണാൻ കഴിയാതെ പലരും അവിടെ നിന്നിറങ്ങിപ്പോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ദിവസം കുട്ടിക്ക് തലയ്ക്കേറ്റ ക്ഷതവും ദേഹത്തെ മുറികളുമാണ് മരണകാരണം. ഇരുമ്പ് തണ്ടോ മറ്റോ വെച്ച് നല്ല ശക്തിയായി തലയ്ക്കടിച്ചിട്ടുണ്ട്. ദേഹത്ത് 35ഓളം മുറിവുകളുണ്ട്. അതിൽ കുട്ടിയുടെ പുറത്തും വലതു ബ്രസ്റ്റിലും സ്വകാര്യ ഭാഗത്തും പല്ലുകൾ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുമല്ല, വലതു ബ്രസ്റ്റിന് നിപ്പിൾ കടിച്ചെടുത്തിട്ടുണ്ട്. ചുണ്ടുകളും കടിച്ചു പറിച്ച അവസ്ഥയിലാണ്. അതിക്രൂരമായാണ് ഈ കുട്ടി ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നത്. പിന്നെ കഴുത്തിൽ ഒരു ചെയിൻ എന്തോ വലിച്ചതിന്റെ അടയാളമുണ്ട്. ഒരുപക്ഷെ കുട്ടിയുടെ കഴുത്തിലുള്ള മാല പൊട്ടിച്ചെടുത്തതിന്റെ ആയിരിക്കാം. കൊലയ്ക്ക് പിന്നിൽ പ്രതിക്ക് എന്തോ ഒരു മോട്ടീവ് ഉള്ളതുപോലെ അത്രയും മൃഗീയമായൊരു കൊലപാതകമാണ്, ഡോക്ടർ പോലീസിനോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി പോലീസുകാർ സ്റ്റേഷനിലെത്തി. ഇത്രയും ക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ ഇവരോട് വ്യക്തിവൈരാഗ്യമുള്ളവർ തന്നെ ആരെങ്കിലും ആയിരിക്കില്ലേ? എസ് ഐ പോലീസിൽ ഒരാളോട് പറഞ്ഞു. ഈ കുട്ടി ടെറസിൽ രാത്രിയിടയ്ക്ക് പോയി ഇരിക്കാറുണ്ടായിരുന്നു എന്നല്ലേ അവിടുത്തെ വേലക്കാരി പറയുന്നത്? ഒരുപക്ഷെ അവർ പറഞ്ഞതുപോലെ അങ്ങനെ പോയിരുന്നപ്പോൾ മോഷ്ടിക്കാൻ വന്ന ആരെങ്കിലും ആയിക്കൂടെ? ആ പോലീസുകാരൻ മറുപടി പറഞ്ഞു. അങ്ങനെ മോഷ്ടിക്കാൻ വന്ന ഒരാൾക്ക് ഈ പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, ശരീരത്ത് 35ഓളം മുറികൾ ഉണ്ടായിരുന്നു എന്ന്. എസ് ഐ പറഞ്ഞു. അപ്പൊ ആ കുട്ടിയുടെ കഴുത്തിലും കയ്യിലും ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം മിസ്സിംഗ് ആണല്ലോ. അത് അന്വേഷണം വഴിതെറ്റിക്കാനായിക്കൂടെ? പക്ഷേ നമുക്കാരെയും സംശയം ഒഴിവാക്കാൻ കഴിയില്ല. ഒരുപക്ഷെ മോഷ്ടിക്കാൻ വന്ന വ്യക്തി തന്നെ ആവാം. സാന്ദ്ര ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട അയാൾ ആ പെൺകുട്ടിയെ ആക്രമിച്ചു. അയാൾ ഒരുപക്ഷെ ഒരു ലഹരിക്ക് അഡിക്റ്റോ അല്ലെങ്കിൽ രതിവൈകൃതങ്ങളുള്ള ആളോ ആവാം. ഇപ്പോൾ നമുക്കൊന്നും തള്ളിക്കളയാനാവില്ല, എസ് ഐ പറഞ്ഞു. പോലീസുകാർ അന്വേഷണം ഊർജിതമാക്കി. ആ പ്രദേശത്തെ മോഷ്ടാക്കളെ മുഴുവൻ ചോദ്യം ചെയ്തു. സംശയം തോന്നിയ പലരുടെയും ഫിംഗർ പ്രിന്റുകളും DNA പരിശോധിച്ചു. എല്ലാം നെഗറ്റീവായിരുന്നു. സാന്ദ്ര പഠിച്ച കോളേജിൽ അന്വേഷിച്ചപ്പോഴും സംശയകരമായി ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. സാന്ദ്രയുടെ ഫോണിൽ നിന്നും സംശയത്തക്ക വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ല. പോലീസുകാർ വീണ്ടും സിന്ധുവിനോട് കാര്യങ്ങൾ തിരക്കാൻ വീട്ടിലെത്തി. നിങ്ങൾ അടുത്ത ദിവസങ്ങളിലായി സാന്ദ്രയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയോ ആരെങ്കിലും ഭയപ്പെടുന്ന പോലെ തോന്നിയിരുന്നോ? എസ് ഐ ചോദിച്ചു. ഇല്ല, അവൾ എപ്പോഴും ഹാപ്പി ആയിരുന്നു. യാതൊരു പ്രശ്നങ്ങളും അവൾക്കുള്ളതായി തോന്നിയിട്ടില്ല. നിങ്ങളെവിടെ CVS പബ്ലിക് സ്കൂളിലെ ടീച്ചറാണല്ലേ? അതെ. അന്ന് രാത്രിയിൽ എന്തെങ്കിലും ശബ്ദം പുറത്തുനിന്ന് കേട്ടിരുന്നോ? പ്രത്യേകിച്ച് ഒരു ശബ്ദവും കേട്ടില്ല. പിന്നെ പുറത്തെപ്പോഴും പൂച്ചയും നായ്ക്കളും കടിപിടി കൂടുന്ന ശബ്ദം ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു.
മകൾ രാത്രി ഒറ്റയ്ക്ക് ടെറസിൽ പോയിരിക്കാറുണ്ടല്ലേ? അങ്ങനെ എപ്പോഴും ഒന്നുമില്ല, വല്ലപ്പോഴും. അവൾക്ക് ഏതെങ്കിലും ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യുമ്പോൾ റൂമിനകത്ത് റേഞ്ചില്ല എന്ന് പറഞ്ഞ് ടെറസിൽ പോയിരിക്കും. ഒരുപാട് നേരം ഒന്നും ഇരിക്കാറില്ലെങ്കിലും ഞാൻ എപ്പോഴും വഴക്ക് പറയും, ഒറ്റയ്ക്ക് പോയിരിക്കരുത് എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപേ സിന്ധു മകളെ ഓർത്ത് കരയാൻ തുടങ്ങി. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല എന്ന അർത്ഥത്തിൽ വേദനയോടെ സിന്ധു തലയാട്ടി. പോലീസുകാർ ടെറസിന് ചുറ്റും വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ചെടിച്ചട്ടികൾക്കിടയിൽ മണ്ണ് പൊതിഞ്ഞ നിലയിൽ ഒരു പേരെഴുതിയ സിൽവർ മോതിരം പോലീസുകാർക്ക് കിട്ടുന്നത്. ആ പേര് അവർ വായിച്ചു, സുനീഷ്. ഉടൻ തന്നെ ആ നാട്ടിൽ സുനീഷ് എന്ന പേരുള്ളവർക്കായി പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. ആ പേര് ചെന്നെത്തിയത് സാന്ദ്രയുടെ വീടിന് തൊട്ടടുത്ത വീട്ടിലെ ഒരു 23 വയസ്സുകാരൻ പയ്യനിലേക്കായിരുന്നു. സുനീഷിന്റെ വീട്ടിൽ പോലീസുകാർ എത്തി. പോലീസിനെ കണ്ടതും സുനീഷ് ഭയന്നു വിറച്ചു. പോലീസുകാർ സുനീഷിനെ ചോദ്യം ചെയ്തു. ആദ്യമൊക്കെ സുനീഷ് സാന്ദ്രയുടെ വീട്ടിൽ പോയിരുന്നില്ല എന്ന് വാദിച്ചെങ്കിലും പോലീസിന്റെ അടുത്ത് താൻ അന്ന് രാത്രി അവിടെ പോയതിന് തെളിവുകളുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഒടുവിൽ അന്ന് രാത്രി അവിടെ പോയതായി സുനീഷ് സമ്മതിച്ചു. അന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ സുനീഷ് വിശദീകരിച്ചു. സാന്ദ്രയും സുനീഷും 12ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും അവർ നല്ല കൂട്ടുകാരായിരുന്നു എന്നും സുനീഷ് പറഞ്ഞു. സാന്ദ്രയുടെ കൂട്ടുകാരിയായിരുന്ന ജാസ്മിനെ സുനീഷ് സ്നേഹിച്ചിരുന്നു. അവരുടെ പ്രണയം രണ്ടുപേരുടെയും വീട്ടിൽ പിടിച്ചതോടെ അവർക്ക് പരസ്പരം കാണാൻ കഴിയാതെയായി. ജാസ്മിന്റെ ഫോണും വീട്ടിൽ പിടിച്ചു വെച്ചതോടെ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ ആകെ ഒരു വഴി സാന്ദ്ര മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ അവർ കത്തുകൾ കൈമാറുന്നത് സാന്ദ്ര വഴിയാണെന്നും സുനീഷ് പറഞ്ഞു. സാന്ദ്രയുടെ മുറിയിലെ ജനല് തുറന്ന എൻ്റെ വീട് ടെറസ് കാണാം. കത്തുകൾ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ സാന്ദ്ര ജനല് തുറന്ന് എനിക്ക് ആംഗ്യം കാണിക്കും. അങ്ങനെ കത്തുകൾ കൊടുത്തു വിടുന്ന ദിവസം വൈകുന്നേരം 5 മണിയാകുമ്പോൾ സാന്ദ്ര വാക്കിങ്ങിന് പോകും. അപ്പോഴാ കത്തുകൾ എനിക്ക് സാന്ദ്ര തരിക. പക്ഷെ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നത് കാരണം എനിക്കന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കത്ത് തരാൻ സാന്ദ്രയ്ക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല. ആ കത്ത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ അന്ന് രാത്രി 11:30 ആകുമ്പോൾ എന്നോട് ടെറസിലേക്ക് വരണമെന്നും സാന്ദ്ര അവിടെ കാത്തിരിക്കുമെന്നും സാന്ദ്ര ജനലിലൂടെ ആംഗ്യം കാണിച്ചു. അതുപ്രകാരം ഞാൻ 11:30 ആയപ്പോൾ സാന്ദ്രയുടെ വീട്ടിൽ ടെറസിലെത്തി. ജാസ്മിൻ എന്ന കത്ത് സാന്ദ്ര എനിക്ക് തന്നു. അതിൽ ഫാമിലിയിലുള്ള ഒരാളുമായി ജാസ്മിൻ വിവാഹം വീട്ടുകാർ തീരുമാനിക്കുന്നുണ്ട് എന്നായിരുന്നു. ആ കത്ത് വായിച്ചതിനു ശേഷം മറുപടി കത്ത് രാവിലെ തരാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പം നിന്റെ ഈ മോതിരം അവിടെ എങ്ങനെ വന്നു? SI ചോദിച്ചു. മോതിരം എവിടെയാണ് ഊരിപ്പോയതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം വിരൽ മോതിരം കാണാതെ ആയപ്പോൾ ഇവിടെ എല്ലാം ഞാൻ കുറെ തിരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. പുറത്തെവിടെ പോയെന്നാ കരുതിയത്. സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. പേടിച്ചിട്ടാ ഞാൻ ആദ്യം പോയില്ല എന്ന് പറഞ്ഞത്. സുനീഷ് പേടിയോടെ പറഞ്ഞു. അതൊക്കെ എന്നെ സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം, പോലീസിൽ ഒരാൾ പറഞ്ഞു. അയ്യോ സാറേ, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുനീഷ് പേടിയോടെ വീണ്ടും പറഞ്ഞു. താൻ അവിടെ നിന്നും തിരിച്ചു പോരുമ്പോൾ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാകും? SI ചോദിച്ചു. ഞാൻ 11:30 പോയത് സാന്ദ്ര കത്ത് തന്നു. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചു പോരുകയും ചെയ്തു. സാന്ദ്രയുടെ മരണം നടന്നിരിക്കുന്നത് ഏകദേശം 1 മണിക്കുള്ളിലാണ്. നിങ്ങൾ തിരിച്ചു പോയതിനു ശേഷം അവിടുന്ന് സംശയത്തക്കതായി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നോ? ഇല്ല, ജാസ്മിന്റെ കത്ത് വായിച്ച് ഞാൻ പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി. രാവിലെ സാന്ദ്ര കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഷോക്കായിരുന്നു. പിന്നെ ഭയവും. രാത്രി ഞാൻ അവിടെ പോയതായിരുന്നില്ലേ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരല്ലേ? സ്കൂളിലോ കോളേജിലോ സാന്ദ്രയ്ക്ക് ആരെയും ശത്രുക്കളുണ്ടോ? ഹേ, അങ്ങനെ ഒരാളും ഇല്ല. അവൾ അങ്ങനെ ആരുമായിട്ടും ഒരു പ്രശ്നത്തിൽ നിൽക്കാറില്ല. ഒരു ഒതുങ്ങിയ ടൈപ്പായിരുന്നു. താൻ പല്ലി കമ്പിയിട്ട് എത്ര നാളായി? ഞാൻ 4 മാസമായി സാർ. എന്താ സാർ? താൻ ഡോക്ടറെ കാണിക്കുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടോ? ഉണ്ട് സാറേ, ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് സുനീഷ് ഷെൽഫിൽ നിന്നും ഡോക്യുമെന്റ്സ് എടുത്ത് പോലീസിന് കൊടുത്തു. അതെല്ലാം പരിശോധിച്ച ശേഷം SI അവരിൽ നിന്നും കുറച്ച് മാറി നിന്ന് ഒരു ഫോൺ കോൾ ചെയ്തതിനു ശേഷം അവർ അവിടെ നിന്നും പോയി. സർ, സുനീഷ് അവിടെ പോയിരുന്നതിന് വ്യക്തമായ തെളിവ് നമ്മുടെ പക്കലുണ്ട്. അവൻ പോയതായി സമ്മതിക്കുകയും ചെയ്തിട്ടും അവന് കസ്റ്റഡി എടുക്കാത്ത എന്താണ്? നന്നായി ചോദ്യം ചെയ്ത് അവൻ സമ്മതിക്കും, ഇൻസ്പെക്ടർ പറഞ്ഞു. ഹേ, അവനല്ല പ്രതി. ഞാൻ ഡോക്ടർ ഷീലയെ വിളിച്ചിരുന്നു. ആര്? ഫോറൻസിക് സർജൻ ഡോക്ടർ ഷീലയോ? അതെ. സാന്ദ്രയുടെ ബോഡിയിൽ കണ്ട കടിച്ചതിന്റെ പാടുകൾ ഒരിക്കലും ഒരു കമ്പിയിട്ട ആളുടേതല്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുനീഷ് ആവാൻ സാധ്യതയില്ല. അവർ സംസാരിക്കുന്നതിനിടയിൽ SIയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ കട്ട് ചെയ്തതും അവർ ധൃതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തിയതും സർ, ഇതാ ഇവനാണ് കക്ഷി എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ ഒരാളെ SIയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. തന്റെ പേരെന്താ? SI ചോദിച്ചു. ബാലൻ എന്നാണ് സാറേ. അന്ന് രാത്രി താനെന്തിനാ അവിടെ പോയത്?
അത് സാറേ, ഞാൻ ചാക്കോച്ചിന്റെ വീട്ടിൽ കക്കാൻ പോയതാ. പോയി തിരിച്ചു വരുമ്പോഴാ രതീഷ് അവിടെ ഈ കൊലപാതകം നടന്ന വീടിന്റെ മതിൽ ചാടി പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടത്. ചാക്കോച്ചിന്റെ വീട്ടിലെ സ്വർണവും പണവും എന്റെ കയ്യിലുള്ളതുകൊണ്ട് രതീഷിനെ കണ്ടത് ഞാൻ വേഗം ഒളിച്ചു. രതീഷ് അവിടെ നിന്ന് പരുങ്ങുന്നത് കണ്ടു. അവന് അല്ലറച്ചില്ലറ മോഷണമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ സംശയമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ അധികം നേരം അവിടെ നിന്നതുമില്ല, വേഗം വീട്ടിലേക്ക് പോയി. ആരാണ് ഈ രതീഷ്? എസ് ചോദിച്ചു. അത് ഈ കൊലപാതകം നടന്ന വീട്ടിലെ സെർവന്റിന്റെ മകനാണ്, കോൺസ്റ്റബിൾ പറഞ്ഞു. സർ, ഇവൻ ചാക്കോച്ചിന്റെ വീട്ടിൽ നിന്ന് കട്ടുമുതലാണെന്ന് പറഞ്ഞ് കുറച്ച് സ്വർണവും പണവും എല്ലാം ഇവിടെ കൊണ്ട് വന്നിട്ടുണ്ട്, കോൺസ്റ്റബിൾ പറഞ്ഞു. എസ് മൂളി. എന്നിട്ട് ബാലനോടായി, തനിക്കിപ്പോ ഇങ്ങനൊരു കുറ്റസമ്മതം തോന്നാൻ കാരണം എന്താ? അത് സാറേ, സാന്ദ്ര കൊച്ചിന്റെ മരണം കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് വിഷമമായി. എനിക്കും അതുപോലൊരു മകളുണ്ട്. എന്നിട്ട് ഇപ്പോഴാണോ താൻ ഇത് ഇവിടെ വന്ന് പറയുക? അത് പിന്നെ സാറേ, കട്ട മുതൽ കയ്യിലിരിക്കുമ്പോ എന്ന് പറഞ്ഞ് ബാലൻ തല ചൊറിഞ്ഞ് താഴേക്ക് നോക്കി. പിന്നെ വീണ്ടും തുടർന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്റെ കൊച്ചിനെ കാണുമ്പോഴൊക്കെ ഈ കൊലപാതകം ഓർമ്മ വരും. ചെയ്യുന്നത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് മനസ്സ് പറയുന്നു. പിന്നൊന്നും ആലോചിച്ചില്ല. എനിക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും വേണ്ടില്ല. ഞാൻ കണ്ട കാര്യം പറയാൻ തന്നെ തീരുമാനിച്ചു. കട്ട മുതലെടുത്ത് നേരെ ഇങ്ങോട്ട് വന്നു. ചാക്കോച്ചി വിവരം അറിയിച്ചോ? എസ് കോൺസ്റ്റബിളിനോട് ചോദിച്ചു. ഇല്ല സർ, വന്നിട്ട് വിവരം അറിയിക്കാന്ന് വിചാരിച്ചു. എന്തായാലും വേഗം വിവരം അറിയിച്ചേക്ക്. എന്നിട്ട് ഇൻസ്പെക്ടറിനോട്, നമുക്ക് രതീഷ് ഒന്ന് കാണണ്ടേ, നമുക്ക് അവന്റെ വീട് വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞ് അവർ രതീഷിന്റെ വീട്ടിലേക്ക് പോയി. രതീഷിന്റെ വീട്ടിൽ പോലീസുകാർ എത്തി. മുറ്റത്ത് പോലീസിനെ കണ്ടതും രതീഷിന്റെ ഭാര്യ ഓടി വന്ന്, എന്താ സാറേ, എന്താ? പരിഭ്രമത്തോടെ ചോദിച്ചു. രതീഷിന്റെ വീടല്ലേ? എസ് ചോദിച്ചു. അതെ സാറേ, എന്റെ കെട്ടിയോനാണ്. എന്താ സാറേ കാര്യം? അവനുണ്ടോ ഇവിടെ? ഏട്ടൻ കുളിക്കാണ്, ഇപ്പൊ വിളിക്കാം. സാറുമാര് ഇവിടെ കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപേ രതീഷ് കുളി കഴിഞ്ഞെത്തി. പോലീസിനെ കണ്ടതും രതീഷ് ഒന്ന് പരിങ്ങി. എന്താ സാറേ? രതീഷ് പരിങ്ങലോടെ ചോദിച്ചു. ഹേ, വെറുതെ നിന്നൊന്ന് കാണാൻ വന്നതാ, എസ് പറഞ്ഞു. നിനക്ക് മനസ്സിലായില്ലടാ ഞങ്ങൾ എന്തിനാ വന്നതെന്ന്? സാന്ദ്രയെ കൊന്ന നീയല്ലടാ, ദേഷ്യത്തോടെ പോലീസ് ചോദിച്ചു. അയ്യോ സാറേ, ഞാനല്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിക്കാം. സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അയാൾ പോലീസിനോട് പറഞ്ഞു. പക്ഷെ പോലീസുകാർ അയാളെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി. സത്യം പറയുന്നത് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ചൂട് നീ അറിയും. സ്റ്റേഷനിലെത്തിയതും പോലീസ് ചോദ്യം ചെയ്യൽ തുടങ്ങി. സാറേ, അന്ന് രാത്രി ഞാൻ എവിടെയും പോയിട്ടില്ല, അയാൾ വീണ്ടും പറഞ്ഞു. നീ മര്യാദയ്ക്ക് ചോദിച്ച് സത്യം പറയില്ല അല്ലേ? നീ അന്ന് രാത്രി അവിടെ പോയത് കണ്ട സാക്ഷികളുണ്ട്. സത്യം പറ, നിനക്ക് നല്ലത്, അല്ലെങ്കിൽ മോനെ നീ എന്ന് പറഞ്ഞ് പോലീസ് അയാളെ തല്ലാൻ കൈ ഓങ്ങിയതും, സാറേ, അന്ന് രാത്രി ഞാൻ അവിടെ പോയിരുന്നു, അയാൾ പേടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരട്ടെ, പോലീസ് പറഞ്ഞു. അയ്യോ, പോയിരുന്നത് സത്യമാണ്, പക്ഷെ ഞാനല്ല കൊന്നത്. താൻ എന്തിനാ അന്ന് രാത്രി അവിടെ പോയത്? അത് സാറേ, അമ്മയുടെ ബാങ്കിൽ കുറച്ച് പണമുണ്ട്. ഞാനൊരു ഓട്ടോറിക്ഷ വാങ്ങാനായി അതിൽ നിന്ന് കുറച്ച് പണം അമ്മയോട് ചോദിച്ചിരുന്നു. പക്ഷേ ഞാൻ എത്ര ചോദിച്ചിട്ട് അമ്മ തരാതെ ആയപ്പോൾ അമ്മയോട് ദേഷ്യം തോന്നി. അമ്മ നിൽക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മോഷ്ടിക്കാൻ അന്ന് രാത്രി അവിടെ ചെന്നപ്പോൾ ടെറസിൽ ഒറ്റയ്ക്കുന്ന സാന്ദ്രയെ കാണുന്നു. ആ കുട്ടിയെ കണ്ടപ്പോൾ താനൊരു മൃഗമായി, അതല്ലടാ സത്യം? അല്ല സാറേ, ഞാനല്ല ആ കുട്ടിയെ കൊന്നത്. ഞാൻ അന്ന് രാത്രി ആ വീട്ടിലെത്തി. പിൻവശത്തൊരു പ്ലാവുണ്ട്, അതിലൂടെ കയറിയ ടെറസിലേക്ക് എളുപ്പം കയറാൻ പറ്റും. അങ്ങനെ ഞാൻ പിൻവശത്തൂടെ സൺസൈഡിൽ കയറിയതും ടെറസിന്റെ മുൻവശത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. ഞാൻ ഒളിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ താഴേക്ക് ചാടിപ്പോകുന്നതാ കണ്ടത്. ഒരു പുരുഷനെ പോലെയാ തോന്നിയത്. ഞാൻ വേഗം ടെറസിൽ കയറി നോക്കി അയാൾ ആരാണെന്നറിയാൻ. വേഗം ചെന്ന് നോക്കുമ്പോഴേക്കും അയാൾ മുന്നിലുള്ള റോഡിലെത്തിയിരുന്നു. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അയാളെ കാണാൻ പറ്റി. ഒരു ട്രൗസറും ചുവന്ന ബനിയനുമാണ് ഇട്ടിരുന്നത്. ഒരു പയ്യനാണെന്ന് മനസ്സിലായി, പക്ഷെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അവൻ വേഗം തന്നെ ബൈക്കും എടുത്ത് പോവുകയും ചെയ്തു. പയ്യൻ എന്ന് പറയുമ്പോൾ എത്ര പ്രായം വരും? എസ് ചോദിച്ചു. ഒരു 25 വയസ്സിനുള്ളിൽ ഉണ്ടാകൂ, അതുറപ്പാ. ആ പയ്യനെ ഇനി കണ്ടാൽ തിരിച്ചറിയോ? സാറേ, ഞാൻ പറഞ്ഞില്ലേ, മുഖം വ്യക്തമായി കണ്ടില്ല. അവൻ മുഖം ഉയർത്തിയിരുന്നേയില്ല. അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും തനിക്കറിയോ?
ഒരു സ്പ്ലെൻഡർ ബൈക്കാണെന്ന് തോന്നുന്നു. ഉറപ്പ് പറയാൻ കഴിയില്ല. നമ്പറൊന്നും അറിയില്ല. രാത്രി ആയതുകൊണ്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഇത്രയും കണ്ടത് തന്നെ. എന്നിട്ട് ബാക്കി എന്ത് സംഭവിച്ചു? പയ്യനാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അത്ര കാര്യം എടുത്തില്ല. അവിടുത്തെ സാന്ദ്ര ഞാൻ കണ്ടിട്ടുണ്ട്. ആ പെങ്കുച്ചിന്റെ കാമുകനായിരിക്കുമെന്ന് കരുതി. രാത്രി അവളെ കാണാമെന്ന് തിരിച്ചു പോകുകയായിരിക്കുമെന്ന് ചിന്തിച്ചു. അവൻ ആ സമയത്ത് അവിടെ നിന്ന് പോയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി എന്തായാലും അവിടെ തന്നെ ഉണ്ടാകും. എന്നെ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ ഭയന്നു. അന്ന് എന്തായാലും അവിടെ കയറുന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ചുപോയി. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ സാറേ. പിറ്റേ ദിവസം കാലത്താണ് ഞാൻ വിവരം അറിയുന്നത്. കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ അപ്പം തന്നെ തലേ ദിവസം രാത്രി അവിടെ വെച്ച് അയാളെ കണ്ട വിവരം പോലീസിൽ വന്ന് പറയാൻ ഒരുങ്ങിയതാ. പക്ഷെ ഭാര്യ പറഞ്ഞു തലേ ദിവസം ഞാൻ അവിടെ പോയെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും പോലീസുകാരനെ തന്നെ പ്രതിയാക്കുമെന്ന്. അത് പേടിച്ചിട്ടാണ് സാറേ ഞാനൊരു വിവരം വന്ന് പറയാതിരുന്നത്. തന്റെ കഥയൊന്നും അത്ര വിശ്വസനീയമല്ലല്ലോ. താൻ അന്ന് രാത്രി അവിടെ പോകുന്നു. ടെറസിൽ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരുന്ന സാന്ദ്രയെ കാണുന്നു. നിന്നെ കണ്ട് ഭയന്ന് നിലവിളിക്കാൻ ഒരുങ്ങിയ അവളെ നിങ്ങൾ കീഴ്പ്പെടുത്തുന്നു. സാന്ദ്ര നിങ്ങളുടെ ആക്രമണം എതിർക്കാൻ ശ്രമിച്ചപ്പോൾ മദ്യപിച്ചിരുന്ന് നിങ്ങളെ അത് പ്രകോപിപ്പിക്കുന്നു. അങ്ങനെ നീ അവളെ ക്രൂരമായി കൊലപ്പെടുത്തി. അതുമല്ലെങ്കിൽ ചോദിച്ച പണം കിട്ടാതെ ആയപ്പോൾ അമ്മയോടുള്ള ദേഷ്യവും വൈരാഗ്യവും നിനക്കുണ്ടായി. ആ പെങ്കുച്ചിനെ കണ്ടപ്പോൾ നീ ആ ദേഷ്യവും വെറുപ്പും അവൾ തീർക്കുകയായിരുന്നില്ലേ? അതല്ലടാ സത്യം. പോലീസ് അയാളുടെ മേൽ ആക്രോശിച്ചു. അല്ല സാറേ, എനിക്ക് അല്ലറ ചില്ലറ അടിപിടി കേസുകൾ എന്റെ പേരിലുണ്ടെങ്കിലും ഒരാളെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല സാറേ. അതും ഒരു പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്താൻ അത്രയും മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ല. സാർ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും സത്യം ഇതാണ്. താൻ ഇപ്പൊ പൊയ്ക്കോ. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ എപ്പോഴും തന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും. പോലീസ് അയാൾക്ക് താക്കീത് നൽകി പറഞ്ഞു വിട്ടു. ശരി സാറേ എന്ന് പറഞ്ഞ് അയാൾ പോയി. പോലീസുകാർ രതീഷ് പറഞ്ഞ പയ്യന് പിന്നാലെ അന്വേഷണം തുടങ്ങി. എത്ര അന്വേഷിച്ചിട്ടും യാതൊരു തെളിവും കിട്ടാതെ പോലീസ് കുഴങ്ങി. മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം താങ്ങാവുന്നതിലും കൂടി. പൗരമുന്നണികളും മീഡിയകളും പോലീസിനെ ടാർഗറ്റ് ചെയ്തു. രതീഷ് പറഞ്ഞ കാര്യങ്ങൾ പോലീസുകാർ അത്രയധികം വിശ്വസനീയമായി എടുത്തില്ലെങ്കിലും അയാൾ പറഞ്ഞ ആ പയ്യന്റെ പിന്നാലെ തന്നെ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രതീഷ് പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, അതും 25 വയസ്സിൽ താഴെ. അന്വേഷിച്ചപ്പോ ആ പെൺകുട്ടിക്ക് കാമുകനായിട്ട് ആരുമില്ല. യാതൊരു പ്രശ്നങ്ങൾക്ക് നിൽക്കാത്തൊരു കുട്ടി. യാതൊരു ശത്രുക്കളും ഇല്ല. ഫോണിലും അങ്ങനെ യാതൊരു ബന്ധങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ പെൺകുട്ടിയുടെ പിന്നെ ആരായിരിക്കും ഈ ചെറുപ്പക്കാരൻ? അവൻ എന്താണെങ്കിലും ഈ കുട്ടിയോട് എന്തോ വലിയ പകയുണ്ടായിരുന്നിരിക്കണം അല്ലേ സർ? അന്വേഷണ ഉദ്യോഗസ്ഥനൊരാൾ എസ്.ഐയോട് ചോദിച്ചു. പ്രണയനൈരാശ്യങ്ങൾ പലപ്പോഴും ഇപ്പൊ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഒന്നുകിൽ അങ്ങനെയും ആവാം. പിന്നെ ഇവിടെ ആസൂത്രിതമായ ഒരു കൊലപാതകമാകാനാണ് സാധ്യത. കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ബോഡിയും പരിസരവും വാഷ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചു നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നമ്മൾ ഇപ്പോഴും എട്ടി തപ്പുകയാണ്. ആകെ നമുക്ക് തെളിവുകൾ എന്ന് പറയുന്നത് ബോഡിയിൽ നിന്നും കിട്ടിയ പ്രതി DNA-യും ബ്ലഡ് സാമ്പിൾസ് മാത്രമാണ്. ഒരു CCTV ദൃശ്യങ്ങളില്ല, മറ്റു തെളിവുകളും ഇല്ല. എസ്.ഐ നിരാശയോടെ പറഞ്ഞു. തല താഴ്ത്തി ടേബിളിലെ ഫയലുകളിലേക്ക് നോക്കിയിരുന്നു. 11:30 സുനീഷ് സാന്ദ്രയിൽ നിന്നും കത്ത് വാങ്ങിപ്പോയി. കൊലപാതകം നടന്നിരിക്കുന്നത് 1 മണിക്കും 2 മണിക്കുമുള്ളിൽ. 11:30 കത്ത് കൊടുത്തു കഴിഞ്ഞ് 1 മണിവരെ സാന്ദ്ര എന്തിന് ടെറസിലിരുന്നു? എത്രയൊക്കെ ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും ആ നേരത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇത്രയും നേരം പുറത്തിരിക്കുമോ? അതോ പുറത്ത് നല്ല റേഞ്ചുള്ളത് കൊണ്ട് ഫോൺ നോക്കിയിരുന്ന് ഉറങ്ങിപ്പോയതാണോ? അതും അല്ലെങ്കിൽ ആരെങ്കിലും കാത്തിരുന്നതാണോ? നമുക്കൊന്നുകൂടെ അവിടുത്തെ സെർവന്റ് ജാനകിയെ കാണണം, എസ്.ഐ പറഞ്ഞു. അവർ സാന്ദ്രയുടെ വീട്ടിലെത്തി. ജാനകിയെ വീണ്ടും ചോദ്യം ചെയ്തു. നിങ്ങൾ രാവിലെ നോക്കുമ്പോൾ ടെറസിലേക്കുള്ള വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? പോലീസ് ചോദിച്ചു. അതെ സാറേ. രാത്രി നിങ്ങൾ എത്ര മണിയായപ്പോഴാണ് ഡോർ ലോക്ക് ചെയ്തത്? കൃത്യമായി ഓർക്കുന്നില്ല. കിടക്കാൻ പോകാറായപ്പോഴാണ് വന്ന് നോക്കിയത്. ഒരു 11:30 എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും വൈകിയാണോ എപ്പോഴും കിടക്കാറുള്ളത്? അന്ന് രാത്രിയിലെ സംഭവങ്ങൾ ഒന്നുകൂടി വിശദമായി പറയാമോ? ഒരു 11 മണി എന്തായാലും ആവും കിടക്കാൻ. പിന്നെ അന്ന് പരീക്ഷാ പേപ്പറുകളെല്ലാം നോക്കിക്കഴിഞ്ഞ് സിന്ധുമോള് കിടക്കാൻ കുറച്ച് വൈകി. സാന്ദ്രക്കൊച്ചിന് കോളേജിൽ ഡാൻസ് പരിപാടി ഉള്ളതുകൊണ്ട് റിഹേഴ്സൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നേരത്തെ റൂമിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ തമിഴ് സിനിമയെല്ലാം കാണും. സൺ TV-യിൽ അന്ന് രാത്രി രജനീകാന്തിൻ്റെ പടം ഉണ്ടായിരുന്നു. ഞാൻ അതിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. സിന്ധുമോളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോയപ്പോൾ ഞാനും TV ഓഫാക്കി. സാന്ദ്രക്കൊച്ച് കിടന്നു. മുകളിലെ വാതിൽ അടച്ചൊന്ന് നോക്കാനായി മുകളിലേക്ക് പോയി. സാന്ദ്രക്കൊച്ചിൻ്റെ റൂമിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും സ്പീക്കറിൽ പാട്ട് വെച്ച് കളിക്കുക ചെയ്യുക.
മോള് മുറിക്കുള്ളിലാണെങ്കിൽ ഡോർ എപ്പോഴും അടച്ചു വെക്കുകയും ചെയ്യും. ലോക്ക് ചെയ്യില്ല, വെറുതെ അടച്ചു വെക്കുകയെന്ന് മാത്രം. പാട്ട് കേട്ടപ്പോൾ അകത്തുണ്ടെന്ന് കരുതി. പിന്നെ സാന്ദ്ര കൊച്ചു റൂമിന് പുറത്താണെങ്കിൽ ഡോർ അങ്ങനെ അടച്ചു വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മോള് മുറിയിലുണ്ടെന്ന് കരുതി. പിന്നെ ടെറസിലേക്കുള്ള വാതിൽ അടച്ചൊന്ന് നോക്കാനായി പോയി. വാതിൽ കുറ്റിയിടാതെ കണ്ടപ്പോൾ ഞാൻ വാതിൽ തുറന്നു നോക്കി മോള് പുറത്തുണ്ടോ എന്ന്. മോള് രാത്രി പുറത്തുണ്ടെങ്കിൽ വാതിൽ തുറന്നതും കാണുന്ന സിറ്റ് ഔട്ടിൽ ചൂരൽ ഊഞ്ഞാലിലുണ്ടാവും. രാത്രി മോള് ടെറസിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കൂ. അതുമല്ല, 11 മണിക്ക് ശേഷം ഒന്നും മോള് ടെറസിലേക്ക് പോകാറില്ല. സിന്ധുമോള് സമ്മതിക്കില്ല ആ നേരത്തൊന്നും ഒറ്റയ്ക്ക് ടെറസിൽ പോകാൻ. അവിടെ സിറ്റ് ഔട്ടിൽ കാണാതായപ്പോൾ വാതിലടച്ച് ഞാൻ വന്ന് കിടക്കുകയും ചെയ്തു. അപ്പോൾ സമയം 11:30 ആയിട്ടുണ്ടാവുമല്ലേ? പോലീസ് ചോദിച്ചു. ആ സാറേ, എന്തായാലും ആയിട്ടുണ്ടാവും. ജാനകിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചതിന് ശേഷം പോലീസ് അവിടെ നിന്നും പോയി. ജാനകി ടെറസിലേക്കുള്ള വാതിലടച്ച് 11:30 കഴിഞ്ഞ്. സാന്ദ്ര സുനീഷിനുള്ള കത്ത് കൊടുക്കാൻ ടെറസിലേക്ക് പോയതും 11:30. ഒരു പക്ഷേ സാന്ദ്ര ടെറസിലേക്ക് പോയതിനു ശേഷമാണെങ്കിലോ ജാനകി വാതിൽ കുറ്റിയിടുന്നത്. ഇത്രയും നാൾ ജാനകി കുറ്റിയിട്ടതിനു ശേഷം സാന്ദ്ര തുറന്നു പോയി എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി ഇങ്ങനെയൊന്ന് മാറ്റി ചിന്തിച്ചാൽ എസ്.ഐ അന്വേഷണ ഉദ്യോഗസ്ഥരോടായി പറഞ്ഞു. അപ്പോൾ രാവിലെ ജാനകി നോക്കുമ്പോൾ വാതിൽ കുറ്റിയിട്ടിട്ടില്ല എന്നല്ലേ കാണുന്നത്? അതെങ്ങനെ ശരിയാകും? ഒരു പക്ഷേ ജാനകി അന്ന് കുറ്റിയിട്ടിരുന്നില്ല എങ്കിലോ? അമ്മയും മകനും ഒത്തുകളിച്ച് ഒരു മോഷണമായിരുന്നെങ്കിൽ? മകനകത്ത് കിടക്കാനായി മനഃപൂർവ്വം ജാനകി വാതിൽ കുറ്റിയിടാത്തതാണെങ്കിലോ സാർ? അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ്.ഐയോട് ചോദിച്ചു. അങ്ങനെ ജാനകി കുറ്റിയിട്ടിട്ടില്ല എങ്കിൽ 11:30 കത്ത് കൊടുത്ത സാന്ദ്ര 1 മണിവരെ കൊലപാതകി വരുന്നതുവരെ എന്തിന് ടെറസിൽ ഒറ്റയ്ക്കിരുന്നു? വാതിൽ കുറ്റിയിടാത്തത് കൊണ്ട് സാന്ദ്രയ്ക്ക് ഉറപ്പായും അകത്ത് വരാമല്ലോ. സാന്ദ്ര സുനീഷുമായി സംസാരിക്കുന്ന ടൈമിലായിരിക്കും ജാനകി കുറ്റിയിടുന്നത് എങ്കിൽ സാന്ദ്രയ്ക്ക് അകത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ പിന്നീട് ആരായിരിക്കും ആ കുറ്റി തുറന്നിട്ടുണ്ടാവുക? ഒരുപക്ഷെ ആ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ തന്നെ ആയിരിക്കുമോ ഈ കൊലപാതകത്തിന് പിന്നിൽ? എസ്.ഐ പറഞ്ഞു. വീട്ടിലാകെ സിന്ധുവും ജാനകിയും മാത്രമല്ലേ ഉള്ളൂ? അതെ, നമ്മൾ ഇതുവരെ വീടിന് പുറത്തുള്ളവരെയല്ലേ അന്വേഷിച്ചത്. ഇനി അകത്തുള്ളവരെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്റ്റേഷനിലേക്ക് ചന്ദ്രൻ വന്നു. സാറേ, ഇന്ന് രാവിലെ വീട്ടിലെ സെർവന്റ് ജാനകി മുറ്റമടിക്കുമ്പോൾ കിട്ടിയതാ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നും ഒരു കീച്ചെയിൻ എടുത്തു കൊടുത്തു. അതിൽ അല്പം ചളി പുരണ്ടിരുന്നു. എസ്.ഐ ചന്ദ്രനിൽ നിന്നും ആ കീച്ചെയിൻ വാങ്ങി നോക്കി. എസ്.ഐ അതിലെഴുതിയ പേര് വായിച്ചു. ആദി. രതീഷ് പറഞ്ഞ സത്യമാണെങ്കിൽ ഈ കീച്ചെയിൻ പ്രതി സംശയിക്കുന്ന പയ്യനെ തന്നെ ആയിരിക്കും. എസ്.ഐ മനസ്സിൽ വിചാരിച്ചു. സാറേ, അന്വേഷണത്തിന് എന്തെങ്കിലും സഹായമാകുമെന്ന് കരുതിയാ ഞാനിത് കിട്ടിയതും ഇവിടെ കൊണ്ടുവന്ന് തന്നത്. എന്റെ മോളെ കൊന്നവനെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടില്ലേ? ചന്ദ്രൻ ചോദിച്ചു. തീർച്ചയായും, ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നിങ്ങളുടെ വേദന എന്താണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. നിങ്ങൾ സമാധാനമായിരിക്കൂ. എസ്.ഐ അയാളെ ആശ്വസിപ്പിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോയി. ആദി, സ്പ്ലെൻഡർ ബൈക്ക്, ഈ 2 കാര്യങ്ങൾ വെച്ച് വേണം നമ്മൾ ഇനി പ്രതിയിലേക്ക് എത്തിച്ചേരാൻ. എന്തായാലും ഈ കീച്ചെയിനിലുള്ള ഫിംഗർ പ്രിന്റ് എത്രയും പെട്ടെന്ന് പരിശോധിക്കണം. എസ്.ഐ പറഞ്ഞത് പ്രകാരം കീച്ചെയിനിലെ ഫിംഗർ പ്രിന്റ് പരിശോധിക്കാൻ അയച്ചു. ജാനകിയുടെയും ചന്ദ്രന്റെയും ഫിംഗർ പ്രിന്റ് മാത്രമേ അതിൽ നിന്നും പോലീസിന് ലഭിച്ചുള്ളൂ. ആദി എന്ന പേരിൽ എത്ര പേർ സ്പ്ലെൻഡർ ബൈക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും? ഒരുപക്ഷെ ബൈക്ക് അവന്റെ പേരിലല്ലെങ്കിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥർ ചിന്തിച്ചു. സർ, നമ്മൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായി ടൗണിലെ കടകളിൽ പോയിരുന്നില്ലേ? അന്ന് ടൗൺ എത്തുന്നതിന് മുൻപ് ആകെ ഒരു വീട്ടിലായിരുന്നു CCTV ഉണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ അവിടുത്തെ CCTV കംപ്ലൈന്റ് ആയിരുന്നു. അത് ശരിയാക്കാൻ കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീട്ടുടമസ്ഥൻ ഇപ്പോൾ വിളിച്ചിരുന്നു. കോൺസ്റ്റബിൾ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം എസ്.ഐയോട് വന്ന് പറഞ്ഞു. സംശയം തോന്നിപ്പിക്കാൻ എന്തെങ്കിലും അതിലുള്ളതായി അവർ പറഞ്ഞോ? എസ്.ഐ ചോദിച്ചു. അവർ നോക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. എന്നാൽ നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോകാം അല്ലേ എന്ന് പറഞ്ഞ് അവർ ആ വീട്ടിലേക്ക് പോകാനായി വണ്ടിയിൽ കയറി. സർ നേരത്തെ പറഞ്ഞ സംശയം, വീട്ടിനകത്തുള്ള ആരുടെയെങ്കിലും കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ സാറേ? ജാനകിയും സിന്ധുവും സേഫായി അവിടെ നിൽക്കട്ടെ. നമുക്കാദ്യം ഈ ഹാർഡ് ഡിസ്കിൽ നിന്നും എന്തെങ്കിലും തെളിവ് കിട്ടുമോ നോക്കാം, എസ്.ഐ പറഞ്ഞു. അങ്ങനെ അവർ ആ വീട്ടിലെത്തി. ഹാർഡ് ഡിസ്ക് പരിശോധിക്കുന്നതിനിടയിൽ രതീഷ് പറഞ്ഞ പോലെ ഒരു ചുവന്ന ബനിയനും ബ്രൗൺ ട്രൗസറും ഇട്ട ഒരാൾ ആ വീടിന് മുന്നിലുള്ള ചെറിയ തുണിക്കടയിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പക്ഷേ തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ അതിനകത്തില്ലായിരുന്നു. ഇതിന്റെ ബാക്കി ദൃശ്യങ്ങൾ
പോലീസ് ചോദിച്ചു. ആ സമയത്തായിരിക്കും കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു. ഞങ്ങൾ രാത്രി നോക്കിയപ്പോഴാണ് കംപ്ലൈന്റ് ആയ വിവരം അറിയുന്നത്. വീട്ടുടമസ്ഥൻ പറഞ്ഞു. സർ, ഇതിൽ കാണുന്ന ആൾ കണ്ടിട്ട് അത്ര ചെറിയ പയ്യനൊന്നും അല്ലല്ലോ. രതീഷ് പറഞ്ഞത് ചെറിയ പയ്യനാണെന്നല്ലേ? പോലീസ് ഒരാൾ ചോദിച്ചു. അയാൾ രാത്രി കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിരിക്കാം. എന്തായാലും അവനൊരു 30 വയസ്സിനുള്ളിൽ തന്നെ പ്രായം ഉണ്ടാവും. പോലീസുകാർ അവരിൽ നിന്നും ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഇതാ പയ്യൻ തന്നെ ആവാനാണ് സാധ്യത. നമുക്ക് ആ തുണിക്കടയിൽ പോയി നോക്കിയാലോ സർ? അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ്ഐയോട് ചോദിച്ചു. അവർ ആ കടയിലെത്തി. പക്ഷേ വളരെ ചെറിയൊരു കടയായതിനാൽ CCTV അവിടെ ഇല്ലായിരുന്നു. കടയുടമയോട് പോലീസ് അയാളെ പറ്റി അന്വേഷിച്ചു. എന്താ നിങ്ങളുടെ പേര്? സുധാകരൻ എന്നാ. നിങ്ങൾ എത്ര മണിക്കാണ് കട തുറക്കുന്നത്? ഞാൻ 7 മണിക്ക് തന്നെ തുറക്കും സാർ. കോളേജ് കുട്ടികളൊക്കെ ബസ് കയറാൻ വരുമ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ വരും. ആ നേരത്ത് ഒരു നല്ല കച്ചവടം കിട്ടും. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 22-ാം തീയതി, അതായത് ഇവിടെ നടന്ന സാന്ദ്ര എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തിന് അന്ന്, SI ഫോണിലെ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ദൃശ്യങ്ങൾ കടയുടമയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇയാൾ ഈ കടയിൽ വന്നിരുന്നു, ഓർമ്മയുണ്ടോ? കടയുടമ ആ ദൃശ്യങ്ങളിലേക്ക് നന്നായി നോക്കിയതിനു ശേഷം, ഓർമ്മയുണ്ട് സാറേ. അന്ന് ആ കുട്ടിയുടെ കൊലപാതക കേസ് കേട്ടതും കടയടച്ച് അവിടേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഇയാൾ ഇവിടേക്ക് വരുന്നത്. ബൈക്കിൽ നിന്ന് വീണതാണെന്നും ബനിയനിലാകെ ചളിയാണെന്നും പറഞ്ഞ് ഒരു മുണ്ടും ഷർട്ടും വേണമെന്നും പറഞ്ഞു. ഒരു മുണ്ടും ഷർട്ടും എടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. എവിടെ എന്നാണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ദൂരെ എന്നാണ്, ഇവിടെ ഒരു കൂട്ടുകാരനെ കാണാൻ വന്നതാണെന്നും പറഞ്ഞു. ഇവിടെ ഒരു മൂലയിൽ പോയി നിന്ന് ഡ്രസ്സും മാറി അയാൾ പോവുകയും ചെയ്തു. ഞാൻ പിന്നെ വേഗം കടയടച്ച് ചന്ദ്രന്റെ വീട്ടിലേക്ക് പോകാനുള്ള വെപ്രാളത്തിൽ കൂടുതലൊന്നും ചോദിച്ചില്ല. ഈ പയ്യന് എന്ത് പ്രായം തോന്നിക്കും? കാണുമ്പോൾ ചെറിയ പയ്യനാണെന്ന് തോന്നുമെങ്കിലും ഒരു 30 വയസ്സ് എന്താണെങ്കിലും ഉണ്ടാകും. മെലിഞ്ഞിട്ടാണ്. ഈ പയ്യന്റെ ബൈക്ക് എവിടെയാണെന്ന് ചോദിച്ചില്ലേ? ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല, വർക്ക് ഷോപ്പിൽ കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞു. ഏത് കളർ ഷർട്ടും മുണ്ടുമാണ് വാങ്ങിയതെന്ന് ഓർമ്മയുണ്ടോ? നീല ഷർട്ടും ഒരു ക്രീം കളർ മുണ്ടും ആയിരുന്നു. അയാളെ കുറിച്ച് വേറെ എന്തെങ്കിലും വിവരം അറിയോ? ഇല്ല സാറേ. പോലീസുകാർ അവിടെ നിന്നും ഇറങ്ങി. സർ, ഈ നീല ഷർട്ടിട്ട് ഒരാൾ സ്പ്ലെൻഡർ ബൈക്ക് ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ടൗണിലെ ബാങ്കിൽ CCTV ദൃശ്യത്തിൽ കണ്ടിരുന്നു. പക്ഷേ നമ്മൾ ചുവന്ന ബനിയൻ ധരിച്ച പയ്യനെ തിരിഞ്ഞതുകൊണ്ട് അന്ന് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാൾ SIയോട് പറഞ്ഞു. യെസ്, വെരി ഗുഡ് ഒബ്സർവേഷൻ. നിങ്ങൾ ആ ബാങ്കിൽ പോയി ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ച ശേഷം ആ ബൈക്കിന്റെ നമ്പർ കിട്ടുകയാണെങ്കിൽ അത് ആരുടെ പേരിൽ രജിസ്റ്റേർഡ് ആണെന്ന് അന്വേഷിക്കൂ. ഞാൻ ഒരിക്കൽ കൂടി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് SI സാന്ദ്രയുടെ വീട്ടിലേക്കും ബാക്കി പോലീസുകാർ SI പറഞ്ഞത് പ്രകാരം അന്വേഷിക്കാനും പോയി. SI സാന്ദ്രയുടെ വീട്ടിലെത്തി. ജാനകിയെ വിളിപ്പിച്ചു. നിങ്ങൾ അന്ന് രാത്രി 11:30-ക്ക് വാതിൽ കുറ്റിയിട്ടു എന്നല്ലേ പറഞ്ഞത്? ആ അതെ സാറേ. നിങ്ങളുടെ മകനാണ് ഇതിന് പിന്നിലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല സാറേ, അവന്റെ അടുത്ത് കുറച്ച് പോക്രിത്തരമൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വലിയൊരു ദുഷ്ടതയൊന്നും അവൻ ചെയ്യില്ല. അന്ന് രാത്രി നിങ്ങൾ വാതിൽ കുറ്റിയിടുമ്പോൾ സാന്ദ്ര പുറത്തായിരുന്നു. അവൻ റൂമിനകത്തില്ലായിരുന്നു. റൂമിനകത്തുണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങൾ കുറ്റിയിട്ടു എന്ന് നിങ്ങൾ പറഞ്ഞ കഥയൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കുറ്റിയിട്ടതിനു ശേഷം പിന്നീട് ആരാണ് ആ വാതിൽ തുറന്നു വെച്ചത്? ഈ വീട്ടിനകത്തുള്ള ആരുടെയോ കൈകൾ ഇതിന് പിന്നിലുണ്ടെന്ന് അധികം വൈകാതെ ഞങ്ങൾ കണ്ടെത്തിക്കോളും. നിങ്ങൾ നിങ്ങളുടെ മനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. SI ഒരു താക്കീതോടെ ജാനകിയോട് പറഞ്ഞു. അത് പറഞ്ഞ് SI സിന്ധുവിന്റെ അടുത്തേക്ക് പോയി. അന്ന് രാത്രി ഒരു ശബ്ദവും കേട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അതെ സർ. സിന്ധു ഉറങ്ങുന്നത് ഈ മുറിയിലല്ലേ? ഒരു മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SI ചോദിച്ചു. അതെ സർ. സിന്ധു മറുപടി പറഞ്ഞു. ഈ മുറിയുടെ നേരെ മുകളിൽ ടെറസിന്റെ ഭാഗത്താണ് ഇത്രയും പൂച്ചട്ടികൾ വീണ് പൊട്ടിയിരിക്കുന്നതും അവിടെയാണ് അക്രമം നടന്നിരിക്കുന്നതും. എന്നിട്ടും നിങ്ങൾ യാതൊരു ശബ്ദവും കേട്ടില്ലേ? ഇല്ല സാറേ, ജനങ്ങൾ അടിച്ചത് കാരണം ഒരു ശബ്ദവും കേട്ടില്ല. പിന്നെ വൈകിക്കുന്നത് കൊണ്ട് നന്നായി ഉറങ്ങിപ്പോയി. എന്നാലും ടെറസിൽ പൂച്ചട്ടികൾ വീഴുന്ന ശബ്ദം അറിയാതിരിക്കോ? SI സംശയത്തോടെ ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ സിന്ധു തല താഴ്ത്തി നിന്നു. എന്താ സാറേ, ഇതെന്റെ ഭാര്യയാണ്, എന്റെ മകളുടെ അമ്മ. നിങ്ങൾ കുറ്റവാളികളെ പോയി കണ്ടുപിടിക്കാതെ ഇവിടെ വന്നാണ് ഓരോന്ന് ചോദിക്കുക. ചന്ദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞങ്ങൾ കുറ്റവാളികളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ അവർ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് SI സിന്ധുവിനെ നോക്കി. അപ്പോഴേക്കും SIയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. SI വേഗം സ്റ്റേഷനിലേക്ക് പോയി. SI അവിടെ എത്തിയതും, സർ, അവന്റെ പേര് ആദ്യം തന്നെയാണ്. അവന്റെ പേരിൽ തന്നെയാണ് ബൈക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. കുറ്റിച്ചിറയ്ക്കടുത്താണ് അവന്റെ വീട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നമുക്ക് വേഗം അവിടേക്ക് എത്തണം, വായോ എന്ന് പറഞ്ഞ് അവർ പ്രതിയുടെ വീട്ടിലേക്ക് പോയി. പോലീസുകാരെ കണ്ടതും അയാൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ചതും
പോലീസുകാർ അവന് ചുറ്റും വളഞ്ഞു. വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അയാളെ പോലീസുകാർ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസുകാരുടെ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അയാൾ കുറ്റം സമ്മതിച്ചു. താൻ തന്നെയാണ് ആ പെൺകുട്ടിയെ കൊന്നത് എന്ന് അവൻ സമ്മതിച്ചു. എന്തിനു വേണ്ടി ആ പെൺകുട്ടിയെ നീ കൊന്നു? നീ എന്തിനാണ് അന്ന് രാത്രി അവിടെ പോയത്? എസ്.ഐ ചോദിച്ചു. പറയാൻ മടിച്ച അവന്റെ കരുണം നോക്കി എസ്.ഐ തരങ്ങും വിരങ്ങും അടിച്ചു. ഇനി തല്ലല്ലേ സാറേ, ഞാൻ എല്ലാം പറയാം. കൊലപാതകത്തിന് പിന്നിലെ ചുരുളഴിയാതെ കിടന്ന കഥ അവൻ പറഞ്ഞു തുടങ്ങി. ഞാൻ ഇൻസ്റ്റയിൽ സ്ഥിരമായി വീഡിയോസ് കാണുന്ന ഒരാളാണ്. ഒരു ദിവസം ഒരു വീഡിയോയുടെ താഴെ കണ്ട ഒരു കമന്റ് എന്നെ ആകർഷിച്ചു. ഞാൻ അതിന് റിപ്ലൈ അയച്ചു. ഞാൻ അയച്ച കമന്റിന് വീണ്ടും അവർ മറുപടി അയച്ചു. അദീന എന്നായിരുന്നു ആ കമന്റ് ഇട്ട ആളുടെ പേര്. അങ്ങനെ സ്ഥിരമായി ഞങ്ങൾ ആ കമന്റ് സെക്ഷനിൽ കമന്റ് ഇടും. അതിലൂടെ ഞങ്ങൾ ഫ്രണ്ടായി. ഇൻബോക്സിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. എൻ്റെ പേര് അതിൽ ചാർലി എന്നായിരുന്നു. ഞങ്ങൾ പരസ്പരം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സ്ഥിരമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേശ്ശെ അടുക്കാൻ തുടങ്ങി. അവരെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. എങ്കിലും അവർ വിവാഹിതയാണെന്നും ഭർത്താവുമായി അത്ര രസത്തിലല്ലായിരുന്നു എന്നും അവരുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ സ്നേഹം അവർക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. പതിയെ പതിയെ ആ ബന്ധം വളർന്നു. ഞാൻ എൻ്റെ പേരും വിവരവും അവരോട് തുറന്നു പറഞ്ഞു. എൻ്റെ പേരും വയസ്സും ഉൾപ്പെടെ എല്ലാം. പക്ഷേ അവർ അപ്പോഴൊന്നും തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് 28 വയസ്സായിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ എന്നിൽ നിന്ന് അകലാൻ ശ്രമിച്ചു. പക്ഷേ ആ അകൽച്ച അവർക്ക് അധികം നാൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അധികം വൈകാതെ തന്നെ ഞങ്ങൾ വീണ്ടും മെസ്സേജ് അയച്ചു തുടങ്ങി. ഒടുവിൽ എൻ്റെ നിർബന്ധത്തിൽ അവർ അവരെക്കുറിച്ചും തുറന്നു പറഞ്ഞു. അവരുടെ പേര് സിന്ധു. സിന്ധു? കൊല്ലപ്പെട്ട സാന്ദ്രയുടെ? എസ്.ഐ ചോദിച്ചു. അതെ എന്നവൻ മറുപടി പറഞ്ഞു. അവൻ ബാക്കി പറഞ്ഞു തുടങ്ങി. പിന്നീട് ഞങ്ങളൊന്നും മറച്ചു വെക്കാതെ സംസാരിക്കാൻ തുടങ്ങി. അവർ ഒരു ടീച്ചറാണെന്നും 20 വയസ്സുള്ള ഒരു മകളുണ്ടെന്നും അവർ പറഞ്ഞു. ഞാൻ കരുതിയതുപോലെ അവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അവർ എന്നെക്കാളും 24 വയസ്സ് മൂത്തതാണെന്നറിഞ്ഞിട്ടും എനിക്ക് അവരിൽ നിന്നും അകലാൻ കഴിഞ്ഞില്ല. ഞാൻ അത്രയേറെ അവരെ സ്നേഹിച്ചിരുന്നു. എൻ്റെ സ്നേഹം അവരും ആഗ്രഹിച്ചിരുന്നു. സമൂഹം അറിയാതെ ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. സമൂഹം അറിഞ്ഞാലല്ലേ ഇതൊരു കുറ്റമാവൂ. അങ്ങനെ ഒരു ദിവസം നേരിട്ട് കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ അവരുടെ വീട്ടിലേക്ക് രാത്രിയിൽ പോയി. അന്ന് രാത്രി ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഏതെങ്കിലും നാട്ടിൽ പോയി ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ നിർബന്ധിച്ചു. അവരുടെ മകളുടെ വിവാഹം കഴിയാതെ ഒരിക്കലും അങ്ങനെ വരാൻ കഴിയില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. അതുവരെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടും ഫോണിലൂടെയും മാത്രം സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചു. വിരസത നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്ന അവർക്ക് എൻ്റെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിച്ചു. ഞങ്ങൾ അങ്ങനെ പലപ്പോഴും രാത്രിയിൽ അവരുടെ വീട്ടിലെ വേലക്കാരിയും മകളും ഉറങ്ങിയതിനു ശേഷം ടെറസിൽ വെച്ച് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസവും ഞാൻ അവരെ കാണാൻ തീരുമാനിച്ചു. ഞാൻ അവിടെ ചെല്ലുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. ഞാനൊരു 12 മണിയായപ്പോൾ അവിടെ എത്തി. ഞാൻ വന്ന വിവരം അവർക്ക് മെസ്സേജ് അയച്ചു. ഞാൻ വീടിന്റെ പുറകിലൂടെയുള്ള മരത്തിൽ കയറി ടെറസിലേക്ക് ചെന്നു. എൻ്റെ മെസ്സേജ് കണ്ടതും അവർ ടെറസിലേക്ക് വന്നു. മകൾ ഉറങ്ങിയിട്ടില്ല, റൂമിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്, വേഗം തിരിച്ചു പോകണമെന്ന് അവർ വാശി പിടിച്ചു. പക്ഷേ എൻ്റെ ആവേശം അതിന് സമ്മതിച്ചില്ല. ഞാൻ അവരെ കണ്ടതും വാരി പുണർന്നു. അവരുടെ മുഖമാകെ ഞാൻ ചുംബിച്ചു. എൻ്റെ ചുംബനങ്ങളിൽ അവർ തിരിച്ചു പോകാനുള്ള വാശി മറന്നു. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് 2ാം നിലയിലെ ടെറസിൽ നിന്നും അവരുടെ മകൾ ഇറങ്ങി വന്നത്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളെ കണ്ടതും അവളും അമ്പരന്നു പോയി. സിന്ധുവും സാന്ദ്രയും തമ്മിലുണ്ടായ വഴക്ക് അവൻ പോലീസിനോട് വിശദീകരിച്ചു. സിന്ധു മകളെ കണ്ടതും ഭയന്ന് വിറച്ചു. മോളെ, അമ്മയ്ക്ക്. സിന്ധു നാണക്കേട് കൊണ്ട് മകളുടെ മുന്നിൽ തലതാഴ്ത്തി നിന്നു. അമ്മ, ഞാൻ എന്താണ് ഈ കാണുന്നത്? എൻ്റെ അമ്മ തന്നെയാണോ ഇത്? ആരാണിവൻ? സാന്ദ്ര വേദനയോടെ ചോദിച്ചു. സിന്ധു ഒന്നും മിണ്ടാതെ കരഞ്ഞു. ഞാൻ പുറത്തുള്ള വിവരം അറിയാതെ ജാനകി ചേച്ചി വാതിൽ കുറ്റിയിട്ട് പോയതാ. നല്ല നിലാവ് കണ്ടപ്പോൾ പാട്ട് കേട്ടിരിക്കാന്ന് കരുതി മുകളിൽ പോയി കിടന്നതാ. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ റൂമിലാണെന്ന് കരുതിയായിരിക്കല്ലേ അമ്മ കാമുകനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷെ അമ്മയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. ഇതെത്ര കാലമായി അമ്മ തുടങ്ങിയിട്ട്? മോളെ, നീ ഇതാരോടും പറയല്ലേ. അമ്മയ്ക്ക് അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയതാ. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. ആണോ അമ്മ അറിയാതെ പറ്റിയത്? ഛേ, എൻ്റെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ടി നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സ്വയം മരിക്കാനാ തോന്നുന്നത്. മകളുടെ മുന്നിൽ നിന്ന് സിന്ധു പൊട്ടിക്കരഞ്ഞു. അമ്മ ഇപ്പൊ എന്തിനാ കരയുന്നത്? ഈ തെറ്റ് ചെയ്യുമ്പോൾ അച്ഛനെയോ എന്നെ ഓർത്തോ? അമ്മയ്ക്ക് നാണം തോന്നിയില്ലേ? ഇത്രയും ചെറുപ്പക്കാരനായ ഒരാളുടെ കൂടെ എങ്ങനെ സാധിച്ചു അമ്മേ? നിങ്ങൾ ഒന്നും അല്ലെങ്കിലും ഒരു അധ്യാപികയല്ലേ?
മോളെ, വിളിക്കരുത് എന്നെ അങ്ങനെ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പും വെറുപ്പും തോന്നുന്നു. നിങ്ങളുടെ മകളായി ജനിച്ചതിൽ നിങ്ങളെയാണല്ലോ ഞാൻ ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ചത്. നിങ്ങളെയാണോ ഞാൻ ബഹുമാനിച്ചത്, സ്നേഹിച്ചത്. നിങ്ങളെ അമ്മയെന്ന് വിളിക്കാനല്ല എനിക്കിപ്പോൾ തോന്നുന്നത്. സാന്ദ്ര കണ്ണുകൾ തുടച്ചുകൊണ്ട്, ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ച് പറയും. അച്ഛനറിയട്ടെ അമ്മയുടെ ഇവിടുത്തെ അഴിഞ്ഞാട്ടം. എന്റെ അച്ഛനെ ചതിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങിയ സാന്ദ്രയെ സിന്ധു തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, മോളെ, നീ അച്ഛനോടൊന്നും പറയല്ലേ. അമ്മനെ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. ഒരേ ഒരു തവണ ക്ഷമിക്കും മോളെ. നീ അച്ഛനോട് പറയല്ലേ. നിങ്ങളോട് ക്ഷമിക്കേണ്ടത് ഞാനല്ല, അച്ഛനാ. എന്റെ കൈവിട്. ഞാൻ എന്താണെന്ന് അച്ഛനോട് പറയും ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര സിന്ധുവിന്റെ കൈ തട്ടി മാറ്റി. കുതിരയോടിയ സാന്ദ്രയെ തടുക്കാൻ ശ്രമിച്ചതും സാന്ദ്ര കാൽ തെറ്റി താഴെ വീണത് ഒരു ഇരുമ്പ് പൈപ്പിലേക്കായിരുന്നു. സാന്ദ്രയുടെ ബോധം പോയി. സിന്ധു ഭയത്തോടെ മകളെ വിളിച്ചു, മോളെ, മോളെ. സിന്ധു എത്ര വിളിച്ചിട്ടും സാന്ദ്ര എണീക്കാതെ ആയപ്പോൾ സിന്ധുവും ആദിയും ഭയന്നു. ആദിയും കുറെ തവണ വിളിച്ചു നോക്കിയിട്ടും സാന്ദ്ര ഉണരാതെ ആയതോടെ അവർ ഭയന്നു. സിന്ധു പൊട്ടിക്കരഞ്ഞു. തന്റെ മകളെ സ്വന്തം കൈകൊണ്ട് തന്നെ കൊല്ലേണ്ടി വന്നിരിക്കുന്നു. സിന്ധു സ്വയം ശപിച്ചുകൊണ്ട് മകളുടെ അരികിൽ ഇരുന്ന് കരഞ്ഞു. സിന്ധു, ഇങ്ങനെ കരയാതെ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി ആരും അറിയാതെ നമുക്കിതിനെ ഇങ്ങനെ ഒതുക്കി തീർക്കാമെന്ന് ആലോചിക്കാം. എല്ലാവരും അറിയട്ടെ, ഞാനാണ് എന്റെ മകളെ കൊന്നത്. നിനക്ക് വേണേ രക്ഷപ്പെട്ടോ. എന്ത് ഭ്രാന്താ നീ പറയുന്നത്? ഈ കഥയെല്ലാം പുറത്തറിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ആദി പറഞ്ഞു. ഈശ്വര, എന്നൊരു മഹാഭാപിയാക്കിയില്ലേ എന്റെ പൊന്നു മോളെ. സിന്ധു സാന്ദ്രയുടെ അരികിലിരുന്ന് തേങ്ങിക്കരഞ്ഞു. സിന്ധു, ഞാൻ പറയുന്നത് കേൾക്ക്. ഇതൊരിക്കലും ആരും അറിയരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. നമുക്ക് മാത്രമല്ല, നിന്റെ മകൾക്ക് കൂടി അപമാനമല്ലേ. പിഴച്ചവളുടെ മകൾ എന്നല്ലേ പിന്നെ നാട്ടുകാർ പറയൂ. ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. സാന്ദ്ര പാട്ട് കേട്ട് ഇവിടെ കിടന്നുറങ്ങിപ്പോയി. മോഷ്ടിക്കാൻ വന്ന ഏതോ കള്ളൻ, അയാൾക്ക് അവളെ കൊല്ലേണ്ടി വന്നു. അതായിരിക്കണം കഥ. വേണ്ട, ഈ മഹാഭാവം ആരുടെയും തലയിൽ കെട്ടിവെക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. നീ പൊയ്ക്കോ. സിന്ധു വാശി പിടിച്ചു. പക്ഷേ ആദി വിടാൻ ഒരുക്കമായിരുന്നില്ല. ആദി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് സിന്ധുവിനും തോന്നി. സമൂഹത്തെ സിന്ധു ഭയന്നു. തന്റെ മാനാഭിമാനം നഷ്ടപ്പെട്ട് സമൂഹത്തിൽ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് സിന്ധുവിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങളൊന്നും സംഭവിക്കാത്ത പോലെ അകത്തേക്ക് പൊയ്ക്കോളൂ. ഞാൻ വേണ്ട പോലെ ആലോചിച്ച് ചെയ്തോളാം. വാതിൽ കുറ്റിയിടണ്ട. രാത്രി പാട്ട് കേൾക്കാൻ സാന്ദ്ര വന്നിരുന്നതാണെന്നും അപ്പോൾ മോഷ്ടിക്കാൻ വന്ന ആൾ കൊലപ്പെടുത്തിയെന്നും ആയിരിക്കണം കഥ. ആദി പറഞ്ഞത് പ്രകാരം സിന്ധു വാതിൽ കുറ്റിയിടാതെ അകത്തേക്ക് പോയി. ആദി എന്ത് ചെയ്യണമെന്നാലോചിച്ച് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവിടെ ഇരുന്നു. താൻ ഉദ്ദേശിച്ച പോലെയെല്ലാം നടക്കുമോ? പോലീസ് തനിക്ക് നേരെ വരുമോ എന്നുള്ള ചിന്തകൾ ആദിയെ അലട്ടിയപ്പോൾ വേഗം പോക്കറ്റിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് എടുത്ത് അതിൽ നിന്നും കുറച്ച് ലഹരി എടുത്ത് വായിലിട്ടു. എന്നിട്ട് കുറച്ച് പൂച്ചട്ടികൾ എടുത്ത് താഴത്തിട്ട് പൊട്ടിച്ചു. അയലിലെ തുണികളെല്ലാം വലിച്ചു വാരിയിട്ടു. ഒരു പിടിവലി നടന്ന ലക്ഷണങ്ങളെല്ലാം വരുത്തിയതിനു ശേഷം സാന്ദ്രയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചെടുത്തു. പോക്കറ്റിൽ വെച്ചു. മാല പൊട്ടിക്കുന്നതിന്റെ വേദനയിൽ സാന്ദ്രയ്ക്ക് ബോധം വന്നു. വീഴ്ചയുടെ വേദനയിൽ അവൾ മുഖ്യമുരണ്ടു. സാന്ദ്ര പതിയെ എഴുന്നേറ്റിരുന്നു. അവൾ മരിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ ആദ്യ ഭയന്നു. അവൾ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. സാന്ദ്ര രക്ഷപ്പെട്ടാൽ താൻ ഭയക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. അവൾ ഉറപ്പായും എല്ലാവരോടും പറയും. അത് പാടില്ല. അവളെ തടയണം എന്ന ചിന്ത ആദിയിലുണ്ടായി. അവൻ അവളെ തടഞ്ഞു. അവനിൽ നിന്നും രക്ഷപ്പെടാൻ സാന്ദ്ര ശ്രമിച്ചപ്പോൾ അവനെ അത് കൂടുതൽ പ്രകോപിപ്പിച്ചു. ലഹരിയുടെ ഉന്മാദത്തിൽ നിൽക്കുന്ന ആദിയുടെ മുന്നിൽ സാന്ദ്രയുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി. അവന്റെ കൈകളിൽ കിടന്ന് അവൾ പിടഞ്ഞു. ആ ശപിക്കപ്പെട്ട രാത്രിയിൽ അവൻ അവളെ ക്രൂരമായി പിച്ചു ചീന്തി. അവൾ മരിച്ചെന്നുറപ്പായപ്പോൾ ആദി ഒരിക്കലും തങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേരാതിരിക്കാനുള്ള വഴികൾ ആലോചിച്ചു തുടങ്ങി. ബോഡിയിലെ തെളിവുകൾ നശിപ്പിക്കാനായി അവിടെ കണ്ട പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് സാന്ദ്രയുടെ ബോഡിയും പരിസരവും നന്നായി വാഷ് ചെയ്തു. ബോഡി സ്റ്റോർ റൂമിനകത്ത് കൊണ്ടുപോയിട്ടു. അവൻ അവിടെ നിന്നും പോയി. പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആദി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് നീ നേരെ എങ്ങോട്ടാ പോയത്? എസ് ഐ ചോദിച്ചു. ഞാൻ ബൈക്കെടുത്ത് ആളില്ലാത്തൊരു തൊടിയിൽ പോയി നേരം വെളുക്കുവോളിരുന്നു. നേരം വെളുത്തപ്പോൾ ബൈക്ക് ഒരു ഗ്രൗണ്ടിനടുത്തുള്ള മരച്ചുവട്ടി നിർത്തി മോർണിംഗ് വാക്കിന് പോകുന്നത് പോലെ കുറച്ചു നേരം ഗ്രൗണ്ടിൽ പോയി. പിന്നെ കുറച്ചു നേരം ഫോൺ ചെയ്ത് ബൈക്കിൽ തന്നെ ഇരുന്നു. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ അടുത്തൊരു കടയിൽ നിന്നും ഡ്രസ്സ് വാങ്ങി മാറ്റിയെടുത്ത് ഞാൻ ബൈക്കും എടുത്തു പോയി. നിങ്ങളുടെ തെറ്റിന് ആ പെങ്കുച്ചിനോട് ഇത്രയും ക്രൂരത കാണിക്കണമായിരുന്നോ? എസ് ഐ ചോദിച്ചു. പറ്റിപ്പോയി സാറേ, ആ സമയത്ത് അങ്ങനെയെല്ലാം പറ്റിപ്പോയി.
എന്നാലും ഇത്രയും മൃഗമാവാൻ എങ്ങനെയാണ് തനിക്ക് കഴിഞ്ഞത്? നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ നിയമത്തിന് മുന്നിലല്ല, പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ടു കൊടുക്കണം. അവർ നടപ്പിലാക്കണം നിനക്കുള്ള ശിക്ഷ. പക്ഷെ അതിന് പറ്റില്ലാലോ. ദേഷ്യത്തോടെ എസ്ഐ അവിടെ നിന്നും എണീറ്റ് പുറത്തേക്കിറങ്ങി. സർ, നമുക്കിനി സിന്ധുവിനെ അറസ്റ്റ് ചെയ്യണ്ടേ? എസ്ഐ മൂളി. പോലീസ് സംഘം സിന്ധുവിനെ അറസ്റ്റ് ചെയ്യാനായി സിന്ധുവിന്റെ വീട്ടിലേക്ക് പോയി. പോലീസുകാർ കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും പുറത്തേക്ക് വന്നില്ല. വാതിൽ തുറന്നു കിടക്കുന്നത് കൊണ്ട് അവർ വീട്ടിലേക്ക് കയറി. വീട്ടിലുള്ളവരെയെല്ലാം പോലീസുകാർ വിളിച്ചെങ്കിലും ആരും വിളി കേട്ടില്ല. അവർ അവിടെയെല്ലാം തിരഞ്ഞു. അടഞ്ഞു കിടക്കുന്ന ബെഡ്റൂമിന്റെ വാതിൽ പോലീസ് പതിയെ തുറന്നതും പോലീസ് ഞെട്ടി. ബെഡിൽ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന സിന്ധു. കട്ടിലിന് താഴെ തലയും താഴ്ത്തി ഒരു ഭ്രാന്തനെ പോലെ കയ്യിൽ ചോരയൊലിക്കുന്ന കത്തിയുമായിരിക്കുന്ന ചന്ദ്രൻ. ചന്ദ്ര, ചന്ദ്ര! എസ്ഐ ചന്ദ്രന്റെ അടുക്കൽ പോയി വിളിച്ചു. ചന്ദ്ര, എന്താ ഇത്? ഞാൻ കൊന്നു സാറേ ഇവളെ. ഇവളെ എൻ്റെ മോളെ. ചന്ദ്രൻ കൈ നിലത്ത് നിർത്താതെ തല്ലിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഇതിലുണ്ട് സാറേ എല്ലാം എന്ന് പറഞ്ഞ് സിന്ധുവിന്റെ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്ത് പോലീസിന് കൊടുത്തു. എസ്ഐ അയാളിൽ നിന്നും ആ ഫോൺ വാങ്ങി പരിശോധിച്ചു. സാർ ഇന്ന് രാവിലെ വന്ന് പോയതിനു ശേഷം അവൾ ഈ ഫോണിൽ തന്നെയായിരുന്നു. ആർക്കും മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു. അവളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ഞാൻ അവളിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് നോക്കിയപ്പോഴാ എൻ്റെ മോളെ, ഇവളാ, ഈ ദുഷ്ടയാ എന്ന് പറഞ്ഞ് ചന്ദ്രൻ അലമുറയിട്ട് കരഞ്ഞു. സിന്ധുവിന്റെ ഫോണിലെ ഇൻസ്റ്റഗ്രാമിൽ ആദ്യക്കയച്ച വോയിസ് മെസ്സേജ് എസ്ഐ ഓപ്പൺ ചെയ്തു. അധികം വൈകാതെ തന്നെ പോലീസ് നമ്മളിലേക്ക് എത്തിച്ചേരും. അവർക്ക് എന്തൊക്കെയോ സംശയമുള്ളതുപോലെ. ആദ്യം സിന്ധുവും നടത്തിയ ചാറ്റ് ഹിസ്റ്ററി നോക്കിയതിനു ശേഷം എസ്ഐ ആ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഏൽപ്പിച്ചു. അപ്പോഴേക്കും മാർക്കറ്റിൽ പോയ ജാനകിയും അവിടേക്കെത്തി. വീണ്ടും ഒരു അക്രമം കൂടി ആ നാട് കേട്ടു. നിമിഷ നേരം കൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ആളുകൾ തടിച്ചുകൂടി. എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് സിന്ധുവിന്റെ ബോഡി പോലീസുകാർ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ചന്ദ്രനെ പോലീസ് ജീപ്പിൽ കയറ്റി പോലീസ് വണ്ടി അവിടെ നിന്നും പോയി.